Hello students and welcome to this session. So ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ കഴിഞ്ഞ JEE Advanced കെമിസ്ട്രി പേപ്പർ 2 ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പമായിട്ടുള്ള കമ്പാരിറ്റീവ്ലി നമ്മളിപ്പം ലാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ വർഷത്തെ ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എങ്ങനത്തെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. സോ വി വിൽ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കറക്റ്റ് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ ഫ്ലൂറിൻ മോളിക്യൂൾ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മളിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറുള്ളത്. ഒന്ന് SP മിക്സിംഗ് ഉള്ള കേസും രണ്ട് SP മിക്സിംഗ് ഇല്ലാത്ത കേസിലുമാണ്. ഇപ്പം ഫ്ലൂറിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ ദർ ആർ ലൈക്ക് 18 ഇലക്ട്രോൺസ് ഇൻ മോളിക്യൂൾ ഓഫ് ഫ്ലൂറിൻ അല്ലേ. ഫ്ലൂറിൻ്റെ ഒരു മോളിക്യൂളിൽ 18 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ലെസ് ദാൻ 14 ആൻഡ് മോർ ദാൻ 14 ഇലക്ട്രോൺസ് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ മോർ ദാൻ 14 വരുന്ന കേസിൽ ഓർഡർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അത് കഴിഞ്ഞിട്ട് വരുന്നത് സിഗ്മ 2pz ആണ്. ലെസ് ദാൻ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ അടുത്തത് വേണ്ടത് പൈ 2pxും പൈ 2pyയും ആണ്. പക്ഷേ 18 ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിൽ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് വരുന്നത് സിഗ്മ 2pz ആണ്. അത് കഴിഞ്ഞിട്ടാണ് പൈ 2px, പൈ 2py വരുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഒരേ എനർജിയാണ്. പിന്നെ വരുന്നത് പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ ഈ ഒരു ഓർഡറാണ് നമുക്ക് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 18 ഇലക്ട്രോൺസ് ആണ് ഒരു ഫ്ലൂറിൻ മോളിക്യൂളിനകത്ത്. ദർ ആർ 18 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. 2, 4, 6, 8, 10, 12, 14, 16, 18. ഓക്കെ, ഇതാണ് ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഓപ്ഷനിൽ ഈ കെ ഷെല്ല് കാണിച്ചിട്ടില്ല, 1s കാണിച്ചിട്ടില്ല, 2s മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2, പൈ 2py2. അത് കഴിഞ്ഞിട്ട് സിഗ്മ 2pz ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് അല്ലേ. ഈ സിഗ്മ 2pz ആണ്. അതല്ല ഓർഡർ. ബേസിക്കലി പൈ 2px2, പൈ 2py2 മുന്നേ ആര് വരണമായിരുന്നു? സിഗ്മ 2pz വരണമായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇത് സിഗ്മ 2pz ആണ് പിന്നെ വരേണ്ടിയിരുന്നത്. അപ്പോൾ അതും തെറ്റായിട്ടുള്ള ഓർഡറാണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെ കാണിച്ചേക്കുന്നത് സിഗ്മ 2pz തന്നെയാണ്, സിഗ്മ 2pz2 ആണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഇത് രണ്ടിലും സിഗ്മ 2pz കാണിച്ചിരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നോക്കൂ, പൈ 2px2, പൈ 2py2. സെയിം എനർജിയുള്ള രണ്ട് ഓർബിറ്റലുകളാണ്. അവിടെ 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പിന്നെ വരുന്നത് പൈ സ്റ്റാർ 2px2, പൈ സ്റ്റാർ 2py2 ആണ് അല്ലേ. പൈ സ്റ്റാർ 2px2, പൈ സ്റ്റാർ 2py2 എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി കാണിച്ചിരിക്കുന്നത് പൈ സ്റ്റാർ 2pxൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം ഇത് ഡീജനറേറ്റ് ഓർബിറ്റലുകളാണ്. ഡീജനറേറ്റ് ഓർബിറ്റലുകളിൽ ടോട്ടൽ കപ്പാസിറ്റി ആയിട്ടുള്ള 4 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്താൽ മാത്രമേ എവിടത്തേക്ക് പോവുള്ളൂ? സിഗ്മ സ്റ്റാറിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ രീതിയിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യത്തില്ല. അത് ഒന്നാമത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ഈ 2 ഇലക്ട്രോണുകളെയും കാണിച്ചിരിക്കുന്നത് ഒരേ സ്പിന്നായിട്ടാണ്. അപ്പോൾ അതും തെറ്റാണ്. ബേസിക്കലി ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കൊളോയിഡ്സ്. ഇതും എല്ലാം NCERTയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ വിത്ത് ദ കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ the first option is lyophobic colloids are not formed by simple mixing of dispersed phase and dispersion medium, and we know that in lyophobic colloids there is minimum interaction between the dispersed phase and dispersion medium. Okay, that's why they are known as lyophobic colloids. So since the interaction is minimum, you have to use special techniques to prepare this type of colloids. If they are
if the interaction is more, it is easy to mix them together and form the colloids. But here they are lyophobic colloids. So lyophobic colloids means the interaction is minimum between the dispersed phase and dispersion medium, or they are phobic, dispersed phase and dispersion medium. So to prepare this type of colloids, you need special techniques. That's so. Coming to the first statement, lyophobic colloids are not formed by simple mixing. That is correct. It is not formed by simple mixing of dispersed phase and dispersion medium. So basically this statement is correct, or the first statement is correct. Okay. The second one, for emulsions, both the dispersed phase and dispersion medium are liquid. That is also correct. Emulsion, both dispersed phase and dispersion medium are liquids. This is also correct. Third statement, micelles are produced by dissolving a surfactant in any solvent at any temperature. At any temperature means it is wrong. Okay. Micelles are formed above a particular temperature known as Kraft temperature. Like, a temperature above minimum temperature, temperature മുകളിൽ മാത്രമേ എന്ത് ഫോം ചെയ്യത്തുള്ളൂ, മൈസെൽസ് ഫോം ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് എല്ലാ ടെമ്പറേച്ചറിലും മൈസെൽ ഫോം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a wrong statement. So this is a wrong statement. Fourth one, the Tyndall effect can be observed from a colloidal solution with dispersed phase having the same refractive index as that of the dispersion medium. See, if the dispersion medium and dispersed phase have same refractive index, then there won't be any Tyndall effect. Tyndall effect is possible only if there is a large difference between the refractive index of dispersed phase and dispersion medium. If the refractive index is, there is a large difference in refractive index, then only it can show Tyndall effect. So this statement is also wrong. So only 1 and 2 statements 1 and 2 are correct. So correct answer will be option A. Another question. In the following reactions, P, Q, R and S are the major products. So we have to find what are P, Q, R and S. So first one, so ഇതാണ് നമുക്ക് തന്നേക്കുന്ന ആദ്യത്തെ കോമ്പൗണ്ട്. സോ ഞാനിവിടെ CH2Cl എഴുതുന്നു, CH2Cl അല്ലേ. അപ്പോൾ ഇതാണ് ആദ്യം തന്നേക്കുന്നത്. ഫസ്റ്റ് റിയേജന്റ് പറഞ്ഞേക്കുന്നത് മെഗ്നീഷ്യം ഇൻ ഡ്രൈ ഈത്തർ ആണ്. സോ മെഗ്നീഷ്യം ഇൻ ഡ്രൈ ഈത്തർ ആൽക്കൈൽ ഹാലൈഡ് product is Grignard reagent, right? So we will get Grignard reagent. Magnesium ether will produce CH2MgCl, right? This is the first step. Second step, you are doing hydrolysis, right? Water. So Grignard reagent, if you treat it with any proton donor, whether it is a strong acid or weak acid, because Grignard reagent is highly basic, it is a very strong base, so it can react with even with very weak acid to form, or it can abstract proton from this very weak acids like water also. So you'll get this molecule. Okay. So any proton donor, whether it is water, whether it is ammonia, whether it is an amine, അവിടെ നമ്മൾ സ്ട്രെങ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം see, amine we know that it is a base, it is not an acid. But with Grignard reagent is a strong base. നമ്മൾ Grignard reagentനും amine കൺസിഡർ ചെയ്യുമ്പോൾ Grignard reagent is the stronger base. So it will abstract proton from amine also. So that is the speciality of Grignard reagent. Grignard reagent on reaction with any proton donor, it acts as a base and it abstracts the proton and you will get alkane as the major product. അപ്പോൾ ഇതാണ് നമ്മുടെ P എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് P is a primary alcohol with 4 carbon. P is not a primary alcohol, right? P is basically an alkane. P is not a primary alcohol. So statement A is wrong. Statement A is wrong. Next, Q. So we have to find what is Q. So again, first step is CH2Cl, right? Again, magnesium ether. You will get CH2MgCl, right? You will get CH2MgCl. Second step, the reagent is carbon dioxide and dry ether, right? Carbon dioxide. So reaction of Grignard reagent with carbon dioxide. Reaction of Grignard reagent with carbon dioxide. So partial negative charge.
basically you will get followed by protonation, you will get a carboxylic acid. So CH2, and that will be attached to a COH. Okay, so this is the after the third step, you will get this carboxylic acid. Next, they are shown NaOH. So carboxylic acid with NaOH, you will get the sodium salt, right? So sodium salt will be from CH2 COONA, right? So this is Q. This is Q. So you got Q, and the statement is Q undergoes Colby's electrolysis to give an 8 carbon product. So this Q on Colby's electrolysis, okay, on Colby's electrolysis, we know that on Colby's electrolysis what happened is this bond will cleave, right? This bond will cleave, and this part will be eliminating as carbon dioxide. Okay, it will eliminate carbon dioxide, and you will get a radical here, this isopropyl radical. There will be 2 isopropyl radical formed like this. Okay, from 2 molecules of the sodium salt. So you have this isopropyl radical and this isopropyl radical, and this carbon and carbon form a single bond. So Colby's electrolysis is basically electrolysis of sodium salt of carboxylic acid, and you will get an alkane with double the number of not double, you will get a carboxylic alkane after decarboxylation. Decarboxylation nadannittu will get a radical, and this 2 radical combine to form an alkane. So that is what Colby's electrolysis is. So this will be the product of Colby's electrolysis of Q. Q ne Colby's electrolysis നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആൽക്കൈൻ്റെ സ്ട്രക്ചർ ഇതായിരിക്കും. Okay, അപ്പോൾ ഇതിൽ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് Q undergoes Colby's electrolysis to give an 8 carbon product. കാർബണിൻ്റെ എണ്ണം കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? So we have an 8 carbon product. So the statement B is actually correct. Okay, statement B correct ആണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, അടുത്ത പറഞ്ഞേക്കുന്നത് അഗെയിൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത് ദിസ് ആൽക്കൈൽ ഹാലൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം ഇൻ ഡ്രൈ ഈതർ. ഞാൻ അത് അഗെയിൻ എഴുതുന്നില്ല. നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ MgCl കിട്ടും. അതിനെ പിന്നെ നമ്മൾ ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. CH3 CHO അസറ്റാൽഡിഹൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്. ദെൻ വാട്ടർ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും അല്ലേ? CH2 ഈ കാർബണുമായിട്ട് കണക്ട് ആവും. അപ്പോൾ ഇത് OH ആയിട്ട് മാറും. So we'll get a secondary alcohol, like Grignard reagent on reaction with an aldehyde give a secondary alcohol. Formaldehyde ആണെങ്കിൽ primary alcohol ആയിരിക്കും കിട്ടുന്നത്. ഇനി ഒരു കീറ്റോൺ ആണെങ്കിൽ will get tertiary alcohol. So ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിന്റെ കൂടെ will get secondary alcohol അല്ലേ? Then that is oxidized with chromium oxide. CrO3 is an oxidizing agent അല്ലേ? CrO3 oxidizing agent ആണ്. നമുക്കൊരു സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ആ സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവും. ഓക്സിഡൈസിങ് ഏജന്റ് ആണ് CrO3. സോ ദിസ് ആൽക്കഹോൾ വിൽ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ടു കീറ്റോൺ. സോ ദിസ് ഈസ് അവർ R. ഇതാണ് R. നമ്മളടുത്ത് പറഞ്ഞേക്കണ ഈ R ഹാസ് 6 കാർബൺസ്. ആറിന് 6 കാർബൺ ഉണ്ടോ? 1, 2, 3, 4, 5 കാർബൺസ് മാത്രമേ ഉള്ളൂ. 6 കാർബൺസ് ഇല്ല. അപ്പോൾ അത് തെറ്റ്. ആൻഡ് ഇറ്റ് അണ്ടർഗോസ് കാനിസാറോ റിയാക്ഷൻ. 1, 2, 3, 4, 5, 6. സോറി, 6 കാർബൺ ഉണ്ടല്ലേ? 1, 2, 3, 4, 5, 6. There are 6 carbons. And it undergoes Cannizzaro reaction. Cannizzaro reaction നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ, ആൽഡിഹൈഡ് കോമ്പൗണ്ടിന് അല്ലെങ്കിൽ ആൽഡിഹൈഡിലെ കീറ്റോൺ എന്തുണ്ടാവാൻ പാടില്ല? ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടാവാൻ പാടില്ല. ആൽഫ ഹൈഡ്രജൻസ് ഇല്ലാത്ത കാർബണിൽ കോമ്പൗണ്ട്സ് ആണ് കാനിസാറോ റിയാക്ഷൻ തരുന്നത്. ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ. സോ ഹിയർ ദർ ആർ
3 plus 2 5 alpha hydrogens ഉള്ള ഒരു molecule ആണ് നമുക്ക് കിട്ടുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 5 alpha hydrogen. So it won't undergo Cannizzaro reaction. It will basically undergo aldol condensation with the alkyl. Okay. So this statement is wrong. C is also wrong. അടുത്തത് S. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇത് നോക്കാം. ലാസ്റ്റിലത്തെ ലാസ്റ്റിലത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2Cl എന്ത് ചെയ്യുന്നു, എത്തനോളിക് സോഡിയം സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെ. NaCN-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. Cl പോയിട്ട് അവിടെ CN വരും അല്ലെ. CH2 C ട്രിപ്പിൾ ബോണ്ട് N സയനൈഡ് കോമ്പൗണ്ട് ഉണ്ടാവും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അതിനെ H2 നിക്കൽ ഹൈഡ്രജനും നിക്കലുമായിട്ട് റിഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടല്ലോ, അവിടെയാണ് റിഡക്ഷൻ നടക്കുക. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ആഡ് ചെയ്യും അല്ലെ. സോ CH2 NH2 will get a primary amine. Okay, H2 നിക്കൽ പ്രൈമറി അമീൻ. ഇനി നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ക്ലോറോഫോം KOH ഹീറ്റ് ആണ്. Chloroform KOH heat. So ഒരു primary amine on reaction with chloroform and alkali, carbylamine reaction ആണ് അല്ലേ. It is especially for primary amine reaction with chloroform and KOH will get isocyanide അല്ലേ. isocyanide കിട്ടും. അപ്പോൾ isocyanide ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH2 NC. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. This is the product. ഇനി അത് തീർന്നിട്ടില്ല. അതിനുശേഷം again we are reacting it with lithium aluminum hydride. So lithium aluminum hydride, we know that it is a reducing agent. So this will undergo reduction അല്ലേ. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CH2 NH CH3. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. So this is a secondary amine. So this is S and S is a secondary amine. വേണേൽ ഇവിടെ ചാർജ് കാണിക്കാം, പ്ലസും മൈനസും ആണ്, അത് കാണിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ വിൽ ഗെറ്റ് സെക്കൻഡറി അമീൻ ആസ് ദ മേജർ പ്രോഡക്റ്റ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സെക്കൻഡറി അമീൻ. ഓപ്ഷൻ നോക്കിയേ, എസ് ഇസ് എ പ്രൈമറി അമീൻ വിത്ത് 6 കാർബൺ. നമ്പർ ഓഫ് കാർബൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 6 കാർബൺ. ഓക്കെ, 6 കാർബൺ ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് എ സെക്കൻഡറി അമീൻ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റോങ്. സോ ദിസ് ഇസ് റോങ്. P is not a primary alcohol. P was an alkane. That is wrong. Q undergoes Colby's electrolysis to give an 8 carbon product. That is correct. The correct ആയിരുന്നു. Option C, R has 6 carbon and it undergo Cannizzaro reaction. This is R. R won't undergo Cannizzaro reaction. So this is also wrong. Last option D, S is a primary amine with 6 carbon. S is basically a secondary amine with 6 carbon. So this is also wrong. So the correct answer for the question is option B. Option B ആണ് ഇതിന്റെ correct answer. നാലാമത്തെ question. A disaccharide X cannot be oxidized by bromine water. The acid hydrolysis of X leads to a levorotatory solution. The disaccharide X is. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഡൈസാക്കറൈഡ് എക്സ് cannot be oxidized by bromine water. So the sugar is a non-reducing sugar. Reducing sugar ആയിരുന്നെങ്കിൽ, ആൽഡിഹൈഡ് ഒക്കെ ആണെങ്കിൽ, it can be oxidized by bromine water അല്ലേ. bromine water വെച്ച് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു for a reducing sugar. But here they said X disaccharide cannot be oxidized by bromine water. So it should be a non-reducing sugar. ഇപ്പം നമുക്ക് ഈ ഓപ്ഷൻ തന്നേക്കുന്നതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഷുഗർ ഇങ്ങനത്തെ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ റിഡ്യൂസിങ് ഷുഗർ ആണോ നോൺ റിഡ്യൂസിങ് ഷുഗർ ആണോ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ദിസ് ഈത്തർ ലിങ്കേജ് ഉള്ള ഓക്സിജൻ, ഇതിന്റെ തൊട്ടടുത്ത കാർബണിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ കാർബൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർബണിന്റെ മുകളിൽ ഫ്രീ ആയിട്ടുള്ള OH ഗ്രൂപ്പ് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇവിടുത്തെ OH ഗ്രൂപ്പ് ഈ കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഈ കാർബണിൽ അല്ല. ഓക്കെ, സോ ഇവിടെ അങ്ങനെ ഒരു OH ഗ്രൂപ്പ് ഇല്ല, ഇവിടെയും അങ്ങനെ ഒരു OH ഗ്രൂപ്പ് ഇല്ല. ഇനി ഈ ഓക്സിജന്റെ ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടില്ല, ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് എ നോൺ റിഡ്യൂസിങ് ഷുഗർ.
This is a non-reducing sugar. And you know that this molecule, this is sucrose. This is sucrose. Sucrose. Okay. ഇനി അടുത്തത് ഈ മോളിക്യൂൾ. ഈ മോളിക്യൂളിൽ ഈ ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണിന്റെ മുകളിൽ എന്തുണ്ട്? ഡയറക്റ്റ് ആയിട്ട് ഒരു OH ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ കാർബണിൽ ഡയറക്റ്റ്ലി ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ റിഡ്യൂസിങ് ഷുഗർ ആൻഡ് ഇറ്റ് വോണ്ട് ഓക്സിഡൈസ്. Sorry, it will oxidize bromine water, or this will reduce bromine water, or this sugar can be oxidized by bromine water. Bromine water can oxidize this sugar. So this is a reducing sugar. Any option C യിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഈ ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? OH അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ക്യാൻ ഓൾസോ ബി ഓക്സിഡൈസ്ഡ് ബൈ ബ്രോമിൻ വാട്ടർ, ഓർ ദിസ് ക്യാൻ റിഡ്യൂസ് ബ്രോമിൻ വാട്ടർ. സോ ദിസ് ഈസ് ഓൾസോ എ റിഡ്യൂസിങ് ഷുഗർ. ദിസ് ഈസ് ഓൾസോ എ റിഡ്യൂസിങ് ഷുഗർ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓക്സിജന്റെ മുകളിൽ ഈ കാർബണിന്റെ മുകളിൽ OH ഫ്രീ ഇല്ല, ഈ കാർബണിന്റെ മുകളിലും ഫ്രീ OH ഇല്ല. ഇനി ഇവിടെ ഈ കാർബണിന്റെ മുകളിൽ ഫ്രീ OH ഇല്ല, ഈ കാർബണിന്റെ മുകളിലും ഫ്രീ OH ഇല്ല. സോ ദിസ് ഈസ് എ നോൺ റിഡ്യൂസിങ് ഷുഗർ. ദിസ് കനോട്ട് ബി ഓക്സിഡൈസ്ഡ് യൂസിങ് ബ്രോമിൻ വാട്ടർ. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ഒന്നിക്കൽ A ആയിരിക്കാം അല്ലെങ്കിൽ D ആയിരിക്കാം. കാരണം നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഡൈസാക്കറൈഡ് X കനോട്ട് ബി ഓക്സിഡൈസ്ഡ് ബൈ ബ്രോമിൻ വാട്ടർ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എനെയും ഓപ്ഷൻ ഡിനെയും ബ്രോമിൻ വാട്ടർ വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ആർ നോൺ റിഡ്യൂസിങ് ഷുഗർ. ഇനി അടുത്തത്, the acid hydrolysis of X leads to a levorotatory solution. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. this molecule, this is a 5-6 membered ring, this is a 5-membered ring. ഇതിനെ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, if this is hydrolyzed, ഇത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് this is alpha D glucose and this is beta D fructose. Okay. So you'll get alpha D glucose and beta D fructose. Okay, so sucrose is a dextrorotatory molecule. Okay, this molecule sucrose is dextrorotatory. Okay, sucrose is dextrorotatory molecule. Sucrose on hydrolysis will give glucose and fructose. So sucrose is dextrorotatory, and after the hydrolysis you will get a mixture of equimolar mixture of glucose and fructose, and glucose, its specific rotation is 52.5 degree plus 52.5 degree, that is glucose is also a dextrorotatory molecule, and fructose specific rotation is minus 92 degree. Fructose, beta D fructose specific rotation is minus 92 degree. So if you have a mixture of alpha D glucose and beta D fructose, alpha D glucose with plus 52.5 degree and beta D fructose with minus 92 degree, the resultant solution will be levorotatory, right? Magnitude wise this is more, so the resultant solution will be a levorotatory solution. So the acid hydrolysis of X leads to a levorotatory solution. So X will be sucrose. X എന്തായിരിക്കണം? X sucrose ആയിരിക്കണം. കാരണം സുക്രോസിന്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ആണ് ലീവോറൊട്ടേറ്ററി ആയിട്ടുള്ള സൊല്യൂഷൻ. അതിനെ നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കും. സോ ബേസിക്കലി ഇതിന്റെ ആൻസർ ഇസ് വെരി ഡയറക്റ്റ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the complex or complexes which can exhibit the type of isomerism shown by PTNH3 twice Br2 is R. Okay, അപ്പം നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്ന കോംപ്ലക്സ് ഇതാണ്, PTNH3 twice Br2. ഓക്കെ, അപ്പോൾ പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം 5D സീരീസിലെ ഒരു എലിമെന്റ് ആണ്. 5D സീരീസിലൊക്കെ ആണെങ്കിൽ എപ്പോഴും പെയറിങ് നടക്കും. സോ ദിസ് കോംപ്ലക്സ് ഇസ് പ്ലാറ്റിനം ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പ്ലാറ്റിനം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരുന്ന കോമ്പൗണ്ട് ആണ്. പ്ലാറ്റിനം ബിലോങ്സ് ടു 5D സീരീസ് അല്ലെ. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
സി പ്ലാറ്റിനം ന്യൂട്രൽ പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇറ്റ് ഈസ് 5d9 6s1 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതേസമയം പ്ലാറ്റിനം +2 വരികയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 5d8 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പ്ലാറ്റിനം അമോണിയ ഉണ്ട്. അമോണിയ ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. ഓക്കെ, ഇതായിരിക്കും Pt2+ in complex അല്ലേ 5d. 6s വേക്കൻ്റ് ആയിരിക്കും, 6p ഒക്കെ വേക്കൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. DsP2 ആണ് ഈ കോംപ്ലക്സിൻ്റെ ഹൈബ്രിഡൈസേഷൻ. സോ ദിസ് കോംപ്ലക്സ് ഇസ് DsP2 ഹൈബ്രിഡൈസ്ഡ് ആൻഡ് സ്ക്വയർ പ്ലാനർ. അതിന് സ്ക്വയർ പ്ലാനർ ആയിട്ടുള്ള ജോമെട്രി ആയിരിക്കും ഉണ്ടാവുക. സോ സ്ക്വയർ പ്ലാനർ മോളിക്യൂൾ or square planar complex with Ma2B2 type അല്ലേ, Ma2B2 type അവർക്ക് എന്ത് കാണിക്കാൻ പറ്റും? They can show geometrical isomerism. They show geometrical isomerism. They cannot show optical isomerism because they are planar. അല്ലേ, സ്ക്വയർ പ്ലാനർ ആണ്. സ്ക്വയർ പ്ലാനർ ആയതുകൊണ്ട് ദേ കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. വാട്ട് ദേ ക്യാൻ ഷോ ഇസ് സിസ് ട്രാൻസ് ഐസോമറിസം അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം അവർക്ക് കാണിക്കാൻ പറ്റും അല്ലേ. ഒന്നുകിൽ അമോണിയ രണ്ടും ഒരേ സൈഡിൽ വരുമ്പം സിസ് എന്ന് വരും, അമോണിയ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പം അതിന് ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കും അല്ലേ. സോ ദിസ് ക്യാൻ ഷോ സിസ് ട്രാൻസ് ഐസോമറിസം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോംപ്ലക്സസ് വിച്ച് ക്യാൻ എക്സിബിറ്റ് ദ ടൈപ്പ് ഓഫ് ഐസോമറിസം ഷോൺ ബൈ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അന്ന് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ കോംപ്ലക്സുകൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTEN twice. അപ്പോൾ എത്തിലീൻ ഡയമീൻ ഇസ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ ഇവിടെ 2 ആറ്റം വഴി ആയിരിക്കും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ 2 SCN ഉണ്ട്. സോ ഇതും ഒരു 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണ്. കോർഡിനേഷൻ നമ്പർ 4 ആണ്. Coordination number 4. Again, the complex is a platinum complex, and this ligand is a strong field ligand. So here 3D, 4D അല്ലെങ്കിൽ 5D സീരീസ് ഒക്കെ ആണെങ്കിൽ അവർ എപ്പോഴും പെയറിംഗ് നടന്നിട്ട് അവരുടെ ജോമെട്രി ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും മോസ്റ്റ്ലി അവർ ഫോം ചെയ്യുന്നത്. സോ ദിസ് കോംപ്ലക്സ് ഈസ് ഓൾസോ DsP2 ഹൈബ്രിഡൈസ്ഡ്. DsP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സ്ക്വയർ പ്ലാനർ ആണ് ഇവരുടെ ജോമെട്രി. സ്ക്വയർ പ്ലാനർ നമുക്ക് നോക്കാം. PT, one of the ligand is ethylene diamine and is a bidentate ligand അല്ലേ. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ ഈ നൈട്രജനും ഒരേ സൈഡിൽ തന്നെ എന്തായാലും വന്നേ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മളുടെ നൈട്രജൻ ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് വരുമ്പോൾ അല്ലെങ്കിൽ സ്പെഷ്യലി എത്തിലീൻ ഡൈമിൻ വരുമ്പം ഇവിടെയും നൈട്രജൻ വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ആംഗിൾ ഒരിക്കലും ആ നൈട്രജൻ ഇരിക്കാൻ പറ്റത്തില്ല. ഈ നൈട്രജൻ തമ്മിലുള്ള ആംഗിൾ എത്ര തന്നെ ആയിരിക്കണം? 90 ഡിഗ്രി തന്നെ ആയിരിക്കണം. അതൊരിക്കലും 180 ഡിഗ്രി ആവാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് അറേഞ്ച്മെന്റ് മാത്രമാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഒരിക്കലും ഈ SCN ഇവിടെ വരയ്ക്കാൻ പറ്റില്ല, 180 ഡിഗ്രി ആക്കി വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനെ നമ്മൾ 180 ഡിഗ്രി ഇടുമ്പോൾ ഈ നൈട്രജൻ ഇവിടെ വരണം. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി വരും. അത് ഈ ഒരു ലിഗാൻഡിനെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആണ്. അതങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സൈസ് ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ ഒരിക്കലും ഈ ആംഗിൾ പ്ലാറ്റിനം നൈട്രജൻ ആംഗിൾ ഒരിക്കലും 180 ഡിഗ്രി വരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു അറേഞ്ച്മെന്റ് മാത്രമേ ഇതിന് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഇറ്റ് കനോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇതിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത തന്നിരിക്കുന്ന ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിലെ കോംപ്ലക്സ് ZnNH3 twice Cl2 അല്ലേ. അപ്പോൾ ഇവിടെ അഗെയിൻ കോർഡിനേഷൻ നമ്പർ 4 ആണ്. കോർഡിനേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു 4. സ്ക്വയർ പ്ലാനർ ആവാം അല്ലെങ്കിൽ ടെട്രാഹൈഡ്രൽ ആവാം. നമുക്ക് നോക്കാം. Zn2+ ആണ്. Zn2+ ആണ് ഇവിടുത്തെ അയണിന്റെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ Zn2+ നമുക്കറിയാം ഇറ്റ് ഇസ് 3D10 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ. 3D10. അപ്പോൾ ഓൾറെഡി ഡി ഓർബിറ്റൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിന്നെ അവിടെ പെയറിങ്ങിനുള്ള പോസിബിലിറ്റി ഇല്ല അല്ലെ. 3D10 ഓൾറെഡി ആയിട്ടുണ്ടെങ്കിൽ
ഇനി അവിടെ പെയറിങ്ങിനുള്ളൊരു വേറൊരു പോസിബിലിറ്റി ഇല്ല അല്ലേ. പിന്നെ ഉള്ളത് 4s ഉം 4p ആണ്. അപ്പം ഈ 4 ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും ഈ ഒരു കോംപ്ലക്സിന്. ഓക്കെ, അപ്പം sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ എന്ത് കാണിക്കാൻ പറ്റത്തില്ല? sp3 ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റത്തില്ല. നോ ജോമെട്രിക്കൽ ഐസോമറിസം. ഓക്കെ, sp3 ടെട്രാഹൈഡ്രൽ കോംപ്ലക്സിന് they cannot show geometrical isomerism. അപ്പോൾ ഇതിനും geometrical isomerism കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ എയും അല്ല ആൻസർ, ഓപ്ഷൻ ബിയും അല്ല. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. PTNH3 twice Cl4. PTNH3 twice PTNH3 twice Cl4. കോർഡിനേഷൻ നമ്പർ 6 ആണ് അല്ലേ. കോർഡിനേഷൻ നമ്പർ is equal to 6. സോ കോർഡിനേഷൻ നമ്പർ 6 പ്ലാറ്റിനം ആണ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. D2sp3 ആയിരിക്കും ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഇതിൻ്റെ ലിഗാൻഡുകളാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെക്സാ കോർഡിനേഷൻ ആണ് അല്ലേ. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ്, ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ് ആണ് അല്ലേ. ഒക്ടാഹിഡ്രൽ 6 ലിഗാൻഡുകൾ ഉണ്ടാവും. ഇപ്പം നമുക്കിവിടെ 2 അമോണിയ ഉള്ളത്. ഒന്ന് നമുക്ക് NH3 ഈ രീതിയിൽ 180 ഡിഗ്രി വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം. ബാക്കി 4 ക്ലോറിന് ഈ രീതിയിൽ വെക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കും. ദിസ് ഈസ് ട്രാൻസ് ഐസോമർ. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ എ ഡിഫറെൻറ്റ് സ്ട്രക്ചർ അല്ലേ. വി ക്യാൻ ഡ്രോ എ ഡിഫറെൻറ്റ് സ്ട്രക്ചർ. എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ 2 NH3കളെ വി ക്യാൻ കീപ്പ് ഇറ്റ് അറ്റ് 90 ഡിഗ്രി ടു ഈച്ച് അതർ അല്ലേ. 90 ഡിഗ്രി. അപ്പോൾ ബാക്കി ക്ലോറിനുകൾ ഈ രീതിയിൽ വരും. സോ ദിസ് ഈസ് ട്രാൻസ്, ദിസ് ഈസ് സിസ്. അപ്പോൾ ഇതിന് എന്ത് പോസിബിൾ ആണ്? ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ് അല്ലേ. ജോമെട്രിക്കൽ ഐസോമറിസം is possible. GI is possible. Geometrical isomerism possible ആണ്. So 3 is an answer. Okay, option 3 is an answer. ഇനി നമുക്ക് ഓപ്ഷൻ 4 നോക്കാം. അപ്പോൾ ഓപ്ഷൻ 4ൽ തന്നേക്കുന്ന കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Cr chromium En twice H2O SO4. Chromium En twice H2O SO4 plus. ഇതാണ് കോംപ്ലക്സ് റൈറ്റ്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ നോക്കിയാൽ എത്തിലീൻ ഡയമീൻ ആസ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലേ. അതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ 2 എത്തിലീൻ ഡയമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോർഡിനേഷൻ ആറ്റങ്ങളായി അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ആറ്റങ്ങളായി. പിന്നെ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വാട്ടർ 5 ആയി. SO4 6. അപ്പോൾ 6 ആണ് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഈക്വൽ ടു 6. സോ ദിസ് ഇസ് ആൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. ഒരു ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. ദിസ് ഇസ് ആൻ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറുകൾ വരച്ച് നോക്കാം. ക്രോമിയം ഒക്ടാഹൈഡ്രൽ ആണല്ലോ. 6 കോർഡിനേറ്റിംഗ് ആറ്റങ്ങൾ ഉണ്ടാവും. അതിൽ 2 എണ്ണം എത്തിലീൻ ഡയമീൻ ആണ്. നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാം. ഒരിക്കലും 2 നൈട്രജനുകൾ 180 ഡിഗ്രിയിൽ വരയ്ക്കാൻ പാടില്ല. എത്തിലീൻ ഡയമീൻ വരുമ്പോൾ 90 ഡിഗ്രി തന്നെ വരയ്ക്കണം. അപ്പോൾ ഇനിയുള്ളത് H2O SO4. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചറാണ് ഇത് നമ്മൾ ആദ്യം വരച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ H2Oയും SO4ഉം ദേ ആർ അറ്റ് എൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. 180 ഡിഗ്രിയിലാണ് അവരുടെ ആംഗിൾ ഇരിക്കുന്നത്. ഇനി നമുക്കിതിന് വേറൊരു സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ആൻ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് ദിസ് H2O ആൻഡ് SO4 ആർ അറ്റ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഇനി ബാക്കിയുള്ള എത്തിലീൻ ഡയമീനുകൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കാം. നമുക്കറിയാം ഈ ആംഗിളും ഈ ക്രോമിയം ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വയ്ക്കാം? എത്തിലീൻ ഡയമീനുകളെ വയ്ക്കാം അല്ലേ. നൈട്രോജൻ ക്രോമിയം നൈട്രോജൻ ദാറ്റ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറും കൂടെ വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ H2Oയും SO4ഉം 180 ഡിഗ്രിയും ഇവിടെ H2Oയും SO4ഉം 90 ഡിഗ്രിയുമാണ്. സോ ദിസ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം അല്ലേ. ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് പോസിബിൾ
ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആയിട്ടുള്ള 2 കോംപ്ലക്സുകൾ മാത്രമേ ഈ ഓപ്ഷനിലുള്ളൂ. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. ഇതിനും കാണിക്കാൻ പറ്റും, ഇതിനും കാണിക്കാൻ പറ്റും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആൻഡ് ഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Atoms of metal X, Y and Z form face-centered cubic unit cell of edge length Lx, body-centered cubic unit cell of edge length Y and simple cubic unit cell of edge length Lz. അപ്പോൾ നമുക്ക് X എന്ന് പറഞ്ഞ തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് എടുത്തു വെക്കാം. X എന്ന് പറഞ്ഞ മെറ്റൽ ഫോം ചെയ്യുന്നത് FCC ആണ്. അതിൻ്റെ എഡ്ജ് ലെങ്ത് തന്നേക്കുന്ന LX എന്നാണ്. നമ്മൾ സാധാരണ എ എന്ന് പറഞ്ഞൊരു സിമ്പിളാണ് എഡ്ജ് ലെങ്ത്തിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്ക് പകരം തന്നേക്കുന്ന LX എന്നാണ് എഡ്ജ് ലെങ്ത്. FCCയുടേത് LX. അതേപോലെ Y ഫോം ചെയ്യുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അതിൻ്റെ എഡ്ജ് ലെങ്ത് തന്നേക്കുന്ന ഈക്വൽ ടു LY എന്നാണ്. ഓക്കെ, LY. പിന്നെ തന്നേക്കുന്ന ഇസെഡ് എന്ന് പറഞ്ഞ ആറ്റം ഫോം ചെയ്യുന്നത് സിമ്പിൾ ക്യൂബിക് ആണ് വിത്ത് എഡ്ജ് ലെങ്ത് ഈക്വൽ ടു LZ. ഈ ഒരു ഡാറ്റയാണ് നമുക്ക് തന്നേക്കുന്നത്. പിന്നെ നമുക്ക് തന്നേക്കുന്ന വേറെ 2-3 ഡാറ്റ തന്നിട്ടുണ്ട്. ഒന്ന് RZ. നമുക്കിവിടെ ഇവിടുത്തെ RZ is equal to √3/2 RY എഴുതിയിട്ടുണ്ട്. പിന്നെ RY is equal to 8/√3 RX. പിന്നെ MZ is equal to 3/2 MY and MZ is equal to 3MX. Okay, ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. Then the correct statement is R. Given MX, MY and MZ are molar masses of metals X, Y and Z respectively, RX, RY and RZ are atomic radii of metal X, Y and Z respectively. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് മാറ്റി വയ്ക്കാം. Coming to options. Packing efficiency of unit cell of X, the FCC. Packing is greater than packing efficiency of unit cell of Y, that is body centered unit cell, which is greater than packing efficiency of Z, that is simple cubic unit cell. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ബേസിക്കലി നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിലായിരിക്കും പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ. ഇറ്റ്സ് അറൌണ്ട് 74% ആണ് പാക്കിംഗ് എഫിഷ്യൻസി. ഇനി ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ വരികയാണെങ്കിൽ 68% ആണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. അത് ഫേസ് സെൻറ്റേർഡിനെക്കാട്ടിലും കുറവാണ്. കമ്മിങ് ടു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, ഇറ്റ്സ് അറൌണ്ട് 54%. ഇറ്റ്സ് അറൌണ്ട് 52%. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അത് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആണെങ്കിൽ നമുക്കറിയാം എഡ്ജ് ലെങ്ത്ത് √2A is equal to 4R എന്നാണ് അല്ലേ. എഡ്ജ് ലെങ്ത് √2A is equal to 4R ആണ്. ഇതാണ് FCCയുടെ റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മുടെ ഇവിടെ എക്ക് പകരം LX ആണ് തന്നേക്കുന്നത്. സോ LX is equal to 4/√2. നമുക്കിതിനെ RX എന്ന് എഴുതാം അല്ലെ. എക്സിൻ്റെ റേഡിയസിന് RX എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2√2 RX. Okay, so this is LX, 2√2 RX. Coming to BCC, body centered unit cellil edge lengthum radiusum തമ്മിലുള്ള റിലേഷൻഷിപ്പ് √3A is equal to 4R എന്നാണ്. √3A is equal to 4R. ഇവിടെ Lന് പകരം നമുക്ക് തന്നിരിക്കുന്ന LY ആയിട്ടാണ്, Aക്ക് പകരം തന്നിരിക്കുന്നത് LY ആണ്. സോ LY is equal to 4/√3 RY. ഓക്കെ, ഇതാണ് LY. ഇനി സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമുക്കറിയാം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Rന് ഈക്വൽ ആണ് അല്ലേ. ഒരു കോർണറിൽ മാത്രമാണ് ആറ്റങ്ങൾ ഉള്ളത്. കോർണറിലെ ആറ്റങ്ങൾ ദേ ആർ ടച്ചിങ് ഈച്ച് അതർ. അപ്പോൾ A ഈക്വൽ ടു 2R എന്നറിയാം. ഇവിടെ നമുക്ക് LZ ആണ് തന്നേക്കുന്നത് Aക്ക് പകരം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2RZ എന്ന് എഴുതാം.
അപ്പോൾ ഇതാണ് എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഏതറിയണം? ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് അറിയണം അല്ലേ? അപ്പോൾ FCC യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇസ് 4. BCC യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇസ് 2. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇസ് 1. ഇനി എങ്ങനെയാണ് നമ്മൾ പാക്കിംഗ് ഫ്രാക്ഷൻ കാണുക? ഓക്കെ, പാക്കിംഗ് ഫ്രാക്ഷൻ എന്താണ്? It is the ratio of volume occupied by the atoms to the volume of the unit cell അല്ലേ? അതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഈ FCCയിൽ there are 4 atoms in a unit cell. ഓരോ ആറ്റത്തിൻ്റെയും റേഡിയസ് എന്താണ്? which is equal to 4/3 pi r cube അല്ലേ? നമുക്കിവിടെ rx³ എന്ന്. സോ 4/3 pi rx³ ആണ് ഒരു ആറ്റത്തിൻ്റെ വോളിയം. അങ്ങനത്തെ 4 ആറ്റങ്ങളാണ് ഒരു യൂണിറ്റ് സെല്ലിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ക്യൂബ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും? അതിൻ്റെ എഡ്ജ് ലെങ്ത്തിൻ്റെ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല, ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമുക്കറിയാം RX നമ്മൾ അങ്ങനെ തന്നെ വെക്കുക, 4 × 4/3 pi rx³. LXന് നമുക്കറിയാം 2√2 rx³ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get it as 0.74. 0.74 ആണ് നമുക്കിത് കിട്ടുന്നത്. ഇനി ഇതേപോലെ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇസ് 2. ഓരോ ആറ്റത്തിൻ്റെയും വോളിയം 4/3 pi ry³ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഇസ് ly³ അല്ലേ? സോ 2 × 4/3 pi ry³ ഡിവൈഡഡ് ബൈ ly എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/√3 ry³. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get 0.68. അതേപോലെ സിമ്പിൾ ക്യൂബിൻ്റെത് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. ആ ആറ്റത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4/3 pi rz³ ഡിവൈഡഡ് ബൈ LZ³. LZ ഇസ് 2 rz³. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 0.52. അപ്പോൾ ആരുടെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് ഏറ്റവും കൂടുതൽ? ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ബോഡി സെൻറ്റേർഡ് ഏറ്റവും കുറവ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സൊല്യൂഷൻ ആയി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അല്ലേ? പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് യൂണിറ്റ് സെൽ ഓഫ് X FCC is greater than packing efficiency of unit cell of Y, that is BCC, which is greater than packing efficiency of simple cube. So option A is correct. Now coming to LY and LZ, the relationship between LY and LZ. Okay, LY um LZ um eduthe alle. So we have LY is equal to 4/√3 ry. LZ is equal to 2 RZ അല്ലേ? ഇതാണ് LY ഉം LZ ഉം. നമുക്കിത് കമ്പയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരു സ്ഥലത്ത് RY ആണ്, ഒരു സ്ഥലത്ത് RZ ആണ്. അപ്പോൾ രണ്ടിനെയും നമുക്ക് ഒരു റേഡിയസിൻ്റെ ടേമിലേക്ക് മാറ്റാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റ തന്നിട്ട് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് RZ is equal to √3/2 ry. RZ is equal to √3/2 ry. RZ is equal to √3/2 ry അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് √3/2 ry. അപ്പോൾ നമുക്ക് ഈ RZ-ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Therefore LZ is equal to 2 × √3/2 ry അല്ലേ? 2 × √3/2 ry. So LY is equal to 4/√3 ry ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 2.31 ry. അതേപോലെ LZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും, √3 വരും, ദറ്റ് ഈസ് 1.73 RY അല്ലേ. അപ്പോൾ LY എന്ന് പറഞ്ഞ LZ LY is 2.31 RY, LZ is 1.73 RY. അപ്പോൾ ഇതിൽ ആരാണ് വലുത്? LY is greater than LZ അല്ലേ. LY is greater than LZ. LY is greater than LZ. നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റ്. Option 2 is LY greater than LZ. So this is correct. Okay, LY is greater than LZ. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. LYയും LZും കമ്പയർ ചെയ്ത് LY is 2.31 RY, LZ is 1.73 RY. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കേണ്ടത് ആരൊക്കെ തമ്മിലാണ്? LXും LYയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. LXും LYയും. LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√2x ആണ് അല്ലേ. LX is 2√2x. LY is 4/√3 RX ആണ്. ഓക്കെ, അപ്പോൾ LX is 2√2xും LY is 4√3 RY ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് റേഡിയസുകളാണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ ഒന്നിലേക്ക് മാറ്റാൻ നോക്കാം. നമുക്ക് RXും RYയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടോ നോക്കാം. ക്വസ്റ്റ്യനിൽ RXും RYയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് RY is equal to 8/√3 RX. RY is equal to 8/√3 RX. RY is equal to 8/√3 RX. RY is equal to 8/√3 RX എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ RYയുടെ സ്ഥലത്ത് ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? LY is equal to 4/√3 into 8/√3 RX എന്ന് വരും. അപ്പോൾ നമുക്ക് LX √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.414 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.82 വരും അല്ലേ. 2.82 RX എന്നാണ് ഇത് വരുന്നത്. നമുക്കറിയാം √3 into √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും അല്ലേ. അപ്പോൾ 4×32/3 വരും. സോ LY will be is equal to 32 divided by 3 ആണ്. 32 divided by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ approximately 10.7 വരും. LY is equal to 10.7 RX. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം LY is greater than LX. LY is greater than LX. LY ആണ് കൂടുതൽ. LY is greater than LX. നമ്മൾ ഓപ്ഷൻ നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് LY is greater than LX ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് LX is greater than LY ആണ്. So this is wrong because we are getting LY is greater than LX. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റി ഓഫ് എക്സും ഡെൻസിറ്റി ഓഫ് വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഡെൻസിറ്റി ഓഫ് എക്സും ഡെൻസിറ്റി ഓഫ് വൈയും. നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല എടുക്കണം അല്ലേ. ഡെൻസിറ്റിയുടെ ഫോർമുല. സോ ഡെൻസിറ്റിയുടെ ഫോർമുല എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Z ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ NA അല്ലെ. അവിടെ Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, MS മോളാർ മാസ്, NA is അവോഗാഡ്രോ നമ്പർ ആൻഡ് is എഡ്ജ് ലെങ്ത്. നമുക്കൊരു കാര്യം ചെയ്യാം. എക്സിൻ്റെയും വൈയുടെയും ഡെൻസിറ്റിയുടെ റേഷ്യോ കണ്ടു നോക്കാം അല്ലെ. അപ്പൊ ഡെൻസിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് അല്ലെ. എക്സ് FCC യൂണിറ്റ് സെല്ലാണ് ഫോം ചെയ്യുന്നത്. സോ Z-ന്റെ വാല്യൂ 4 ആണ്. MS നമുക്ക് മോളാർ മാസ് ഓഫ് എക്സ് എഴുതാം, MX. അവോഗാഡ്രോ നമ്പർ ആണല്ലോ, അത് അങ്ങനെ വയ്ക്കാം. നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് പോകും റേഷ്യോ എടുക്കുമ്പം. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് LX എന്നാണ്, LX ക്യൂബ് എന്ന്. അതുപോലെ DY എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് വൈ ഫോം ചെയ്യുന്നത് BCC ആണ്. BCCയിൽ 2 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്.
my na lx cube. ഇതിന് പകരം ഇവിടെ എന്ത് വരും? ly cube അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, dx by dy ചെയ്യാം. അത് ഡെൻസിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വൈ. ഡെൻസിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 4mx na lx cube divided by 2my na ly cube അല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 4/2 അങ്ങനെ തന്നെ വയ്ക്കാം. na ക്യാൻസൽ ചെയ്ത് പോകും. ly my അല്ലേ? നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4/2 നമുക്ക് 2 എന്ന് എഴുതാം. mx ഡിവൈഡഡ് ബൈ my ly ഹോൾ ക്യൂബ് അല്ലേ? ഇത്രയും നമുക്ക് കിട്ടി, ly ഡിവൈഡ് ബൈ lx ഹോൾ ക്യൂബ്. ഇനി നമുക്ക് mxും myയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. mxും myയും അല്ലേ? ശരി, നമുക്കൊരു ക്വസ്റ്റനിൽ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. mz is equal to 3/2 my, mz is equal to 3mx. അപ്പോൾ ഈ രണ്ടും സെയിം ആണല്ലോ, LHS is സെയിം അല്ലേ? രണ്ട് സ്ഥലത്തും mz എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് RHS ഈക്വേറ്റ് ചെയ്തൂടെ? ഓക്കെ, നമുക്ക് എഴുതാം 3/2 my is equal to 3mx എന്ന് എഴുതാം അല്ലേ? 3/2 my is equal to 3mx. So we have 3/2 mx is equal to 3my. സോറി, നമുക്ക് തന്നേക്കുന്നത് mz is equal to 3/2 my and mz is equal to 3mx. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. mz is equal to 3/2 my and mz is equal to 3mx എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും LHS ഈക്വൽ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് 3/2 my is equal to 3mx or mx by my എഴുതാം 1/2 അല്ലേ? mx by my 3 ക്യാൻസൽ ചെയ്ത് പോവും. സോ mx by my is equal to 1/2. നമുക്ക് ഇത് കിട്ടി 1/2 അല്ലേ? അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഗെറ്റ്? ഡെൻസിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വൈ is equal to 2 into mx by my is 1/2 ly by lx whole cube which is equal to ly by lx whole cube. നമ്മൾ ഇത്രയുമായിട്ട് അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ly by lx ഇൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം അല്ലേ? ly by lx. അപ്പോൾ നമുക്ക് ly നമ്മൾ ഓൾറെഡി റേഡിയസിൻ്റെ ടേമിൽ അല്ലേ? ly is equal to ly എന്തായിരുന്നു? ly നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ly is equal to in terms of radius ly is equal to 4/√3 ry. ly is equal to 4/√3 ry ആണ്. അതേപോലെ lx എന്തായിരുന്നു? lx is equal to 2√2 rx. x is equal to 2√2 rx. അപ്പോൾ ly by lx is equal to 4/√3 ry okay into 2√2 rx.
ഓക്കെ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2 വരും റൂട്ട്. അപ്പോൾ നമുക്കിതിനെ √2 by √3 ry by rx എന്നിട്ട് √2 by √3 ry by rx. ഇനി നമുക്ക് ry by rxന് ഒരു സിംപ്ലിഫിക്കേഷൻ കൊടുക്കണം. അല്ലേ, നമുക്കൊരു ക്വസ്റ്റനിൽ വേറൊരു ഡാറ്റ തന്നിട്ടുണ്ട്. ry ഈസ് ഈക്വൽ ടു 8 by √3 rx എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ry ഈസ് ഈക്വൽ ടു 8 by √3 rx എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് ry by rx എന്തായിരിക്കും? ry by rx is equal to 8 by √3 എന്ന് കിട്ടി അല്ലേ. ry by rx is equal to 8 by √3. സോ നമുക്ക് ly by lx ന് ly by lx is equal to √2 by √3 ry by rx, that is 8 by √3 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 √2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 8 √2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇതാണ് ly by lx. നമ്മൾ ഫൈനലി സിംപ്ലിഫൈ ചെയ്തിട്ട് dx ഡെൻസിറ്റി ഓഫ് എക്സ് ബൈ ഡെൻസിറ്റി ഓഫ് വൈ എന്തായി എഴുതിയിട്ടുണ്ട്? ly by lxന്റെ ഹോൾ ക്യൂബ് എന്നായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. സോ dx by dy density of x divided by density of y is equal to ly by lx in the whole cube ആണ്. So ly by lx, that is 8 √2 divided by 3 cube എന്ന് വരും അല്ലേ. സോ ഇത് എത്ര വരുന്നു വെച്ച് കഴിഞ്ഞാൽ this is 53.64. this will come as 53.64. 53.64 ആണ് കിട്ടുക. സോ dx by dy is 53.64. ന്റെ മീനിങ് എന്താണ്? dx is greater than dy അല്ലെ. ഡെൻസിറ്റി ഓഫ് എക്സ് is greater than ഡെൻസിറ്റി ഓഫ് y. ഡെൻസിറ്റി ഓഫ് എക്സ് is greater than ഡെൻസിറ്റി ഓഫ് y എന്നാണ് നമുക്ക് അവസാനം കിട്ടിയേക്കുന്നത്. നമുക്ക് നോക്കാം ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന 4ാമത്തെ ഓപ്ഷൻ എന്താണ്. അപ്പോൾ ഈ ഒരു JEE അഡ്വാൻസ് ക്വസ്റ്റനിൽ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യാനുള്ള ഒരേ ഒരു ക്വസ്റ്റൻ മാത്രമേ ഉള്ളൂ. അത് ഇതാണ്. dx is ഡെൻസിറ്റി ഓഫ് എക്സ് is greater than ഡെൻസിറ്റി ഓഫ് y എന്ന് തന്നെയാണ് തന്നേക്കുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ്റെ ആൻസർ A, B and D ആണ്. അപ്പോൾ ഇത് 1ാമത്തെ ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. FCCയിലാണ് പാക്കിംഗ് ഫ്രാക്ഷൻ കൂടുതൽ, ഏറ്റവും മാക്സിമം 74% ആണ്. അത് കഴിഞ്ഞ് BCC ആണ് 68%. പിന്നെ ഏറ്റവും കുറവുള്ളത് സിമ്പിൾ ക്യൂബിക്കിലാണ് 52%. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ തന്നേക്കുന്ന LYയും LZയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ, അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റേഡിയസും എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അറിയണം. നമ്മളത് റേഡിയസും RYയും LYയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് 4/√3 RY എന്നാണ്. അതേപോലെ LZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2RZ എന്നാണ്. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ റേഡിയസിൻ്റെ ടേമിലേക്ക് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റനിൽ തന്നൊരു ഡാറ്റയാണ് RZ is equal to √3/2 RY എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ RZന്റെ സ്ഥലത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് RYയുടെ ടേമിൽ കിട്ടും. LYയും LZയും RYയുടെ ടേമിൽ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പാണ് 2.3. LY is equal to 2.31 RY. Similarly, LZ is equal to 1.73 RY. From there, we can confirm that LY is greater than LZ. LY is greater than LZ. That's the second option. So, option 2 is also correct. Now, we have to find the relationship between LX and LY for the third option. Okay. So, we get radius LX in terms of radius is 2√2 RX and LY in terms of radius is 4/√3 RY. Again, here, both are in terms of different radiuses, so we cannot compare. So we have to convert both in the terms of same radius, same. Okay, അപ്പോൾ അതിന് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഒരു ഡാറ്റയാണ് RY is equal to 8/√3 RX. അപ്പോൾ നമ്മൾ ഇവിടുത്തെ RYക്ക് പകരം ഈ RY അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ LY is equal to 4/√3 into 8/√3 RX എന്ന് കിട്ടും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we'll get LX is 2.82 RX and LY is 10.7 RX. അപ്പോൾ ഇതിൽ ഏതാണ് വലിയ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LY ആണ് കൂടുതൽ. LY is greater than LX. അപ്പോൾ തേർഡ് ഓപ്ഷൻ is wrong. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഡെൻസിറ്റി കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സിൻ്റെയും വൈയുടെയും ഡെൻസിറ്റി കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൻസിറ്റിയുടെ ഫോർമുല
ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റിയുടെ ഫോർമുലയാണിത്. Z ഇൻറ്റു എം ഡിവൈഡഡ് ബൈ NaA3. അവിടെ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും, M is മോളാർ മാസ്, Na is അവോഗാഡ്രോ നമ്പർ, A is എഡ്ജ് ലെങ്ത്. ഓക്കെ, എക്സിൻ്റെയും വൈയുടെയും ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഓഫ് എക്സിന് ഫോർമുല എഴുതുമ്പോൾ എക്സ് ഫോം ചെയ്യുന്നത് FCC ആണ്. FCCയുടെ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. MX നമ്മൾ അങ്ങനെ തന്നെ വയ്ക്കുക, NAനും അങ്ങനെ തന്നെ വയ്ക്കുക. എക്സ് എന്ന് പറഞ്ഞ മെറ്റലിൻ്റെ എഡ്ജ് ലെങ്ത് LX, FCCയുടെ എഡ്ജ് ലെങ്ത് തന്നിരിക്കുന്ന LX എന്നാണ്. അപ്പോൾ LXൻ്റെ ക്യൂബ്. അതേപോലെ ഡെൻസിറ്റി ഓഫ് Y BCC ആണ് ഫോം ചെയ്യുന്നത്. അവിടുത്തെ Z is 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, MY NA അങ്ങനെ തന്നെ വയ്ക്കുക, LY⁻3. അപ്പോൾ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നതായിരിക്കും ബെസ്റ്റ്. എന്നിട്ട് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വി ക്യാൻ കമ്പയർ അല്ലേ. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കുന്ന DX/DY ചെയ്യുമ്പോൾ നമുക്കറിയാം NA ഒക്കെ ക്യാൻസൽ ചെയ്തു പോകും. നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4/2 MX/MY LY/LX ക്യൂബ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് നമ്മളിത് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കാമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ MX/MY കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ക്വസ്റ്റനിൽ നിന്ന് എടുത്ത ഡാറ്റയാണ്, ക്വസ്റ്റനിൽ തന്നേക്കുന്ന ഡാറ്റയാണ്. MZ is 3/2 MY എന്ന് പറഞ്ഞിട്ടുണ്ട്. MZ is also equal to 3x എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MZ ആണ് രണ്ട് സ്ഥലത്തും LHS. സോ വി ക്യാൻ ഇക്വേറ്റ് RHS അല്ലേ. 3/2 MY is equal to 3MX എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് MX/MY is 1/2. ആ MX/MY ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഫൈനലി നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് DX/DY is equal to LY/LX ക്യൂബ് എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല. നമുക്ക് LYയും LXും നമുക്ക് റേഡിയസിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം. LY is 4/√3 RY എന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ LX is 2√2 RX എന്ന് നമുക്കറിയാം. അപ്പോൾ റേഷ്യോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് √2/√3 RY/RX. ഇനി നമുക്ക് RY/RX കണ്ടുപിടിക്കണം. RY/RX, RYയും RXും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. RY is equal to 8/√3 RX തന്നിട്ടുണ്ട്. സോ RY/RX is equal to 8/√3. അഗെയിൻ നമ്മൾ അതെന്ത് ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സോ LY/LX is equal to √2/√3 RY/RX is 8/√3. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8√2/3 കിട്ടും. 8√2/3യുടെ ഹോൾ ക്യൂബാണ് നമ്മൾ ഡെൻസിറ്റിയുടെ റേഷ്യോ വരിക. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 53.64. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആണ് ഡെൻസിറ്റി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വൈ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ A, B and D. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് എന്നാണ്. അഗെയിൻ കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാവുന്ന റിയേജൻറ്റുകളൊക്കെ തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. P എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഒരു ബെൻസീൻ റിങ്, ഇവിടെ ഒരു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്. വി ആർ റിയാക്ടിങ് ഇറ്റ് വിത്ത് KMnO4 ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി. ഓക്കെ, അപ്പോൾ ഒരു ബെൻസീൻ മോളിക്യൂളിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ആ ആൽക്കൈൽ ഗ്രൂപ്പ് ടെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലും, അതായത് ഇവിടെ ഹൈഡ്രജൻ ഒന്നും ഇല്ല എങ്കിൽ ദിസ് എ ടെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് ദാറ്റ് കനോട്ട് ബി ഓക്സിഡൈസ്ഡ് ബൈ KMnO4. അതിനെ നമുക്ക് KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. സൈഡ് ചെയിനിന് ഓക്സിഡൈസ്ഡ് ആവണമെങ്കിൽ ഈ കാർബണിൻ്റെ മുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പം ഈഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പം നമ്മളിവിടുത്തെ CH3 ആണെങ്കിൽ അത് COH ആയിട്ട് മാറും, ഈഥൈൽ ആണെങ്കിൽ അത് COH ആയിട്ട് മാറും, ഐസോപ്രോപ്പൈൽ ആണെങ്കിൽ അത് COH ആയിട്ട് മാറും. പക്ഷെ ടെർഷറി ബ്യൂട്ടൈൽ ആണെങ്കിൽ ഇറ്റ് വോണ്ട് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇതിന് ഓക്സിഡേഷൻ നടക്കത്തില്ല, പക്ഷെ ഇതിന് ഓക്സിഡേഷൻ നടക്കും, ഇത് COH ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ P എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P ഇസ് അത് അൺഎഫക്റ്റഡ് ആയിരിക്കും. ദിസ് വിൽ ബിക്കം COH. ഓക്കെ, ആദ്യം നമുക്ക് പൊട്ടാസ്യം സോൾട്ട് കിട്ടും, പിന്നെ അതിന് പ്രോട്ടോണേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് COH. അപ്പോൾ ഇതാണ് P. P. ഇനി അടുത്തത് Q. നമുക്ക് ഇവിടെ ഉള്ളത് ഈ രണ്ട് സ്ഥലത്തും ഉള്ളത് ബേസിക്കലി എന്താണ്, ആസിഡ് ഡെറിവേറ്റീവുകളാണ് അല്ലെ. ഇത് ആസിഡ് ക്ലോറൈഡ് ആണ്, ഇത് എസ്റ്റർ ആണ് അല്ലെ. അപ്പോൾ ആസിഡ് ക്ലോറൈഡ് ആണെങ്കിലും എസ്റ്റർ ആണെങ്കിലും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കാർബോക്സിലിക് ആസിഡ് അല്ലേ. ഇത് COH ആയിട്ട് മാറും, ഇത് COH ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോതാലിക് ആസിഡ് ആയിരിക്കും, COOH. ബെൻസീൻ 1,3 ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. ബെൻസീൻ 1,3 ഡൈകാർബോക്സിലിക് ആസിഡ്.
P and Q are monomers of polymers dacron and glyptal respectively. അപ്പോൾ ഡാക്രോണിൻ്റെ ഡാക്രോൺ അല്ലെങ്കിൽ ടെറിലീൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എത്തിലീൻ ഗ്ലൈക്കോളും ടെറിപ്താലിക് ആസിഡുമാണ്. ടെറിപ്താലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 1,4-ഡൈകാർബോക്സിലിക് ആസിഡാണ്. പക്ഷേ ഇത് 1,4-ഡൈകാർബോക്സിലിക് ആസിഡ് അല്ല. ദിസ് ഇസ് ഇവിടെ ഒരു COH ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെയും കൂടെ COH വന്നാലാണ് അതെന്താവുക, ടെറിപ്താലിക് ആസിഡ് ആവുക. ആൻഡ് ടെറിപ്താലിക് ആസിഡ് ഇസ് ദ മോണോമർ ഓഫ് ഗ്ലിപ്റ്റാൽ. അപ്പോൾ ഡാക്രോൺ. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി Q is the monomer of ഗ്ലിപ്റ്റാൽ എന്നാണ് പറയണത്. Again, thalic acid, glyptal's monomer is thalic acid. Thalic acid is basically 1,2-dicarboxylic acid. 1,2-dicarboxylic acid ആണ്. Basically, ആ രണ്ട് കമ്പാരിസണും തെറ്റാണ്. P is not the monomer of dacron or Q is also not the monomer of glyptal. So this statement is wrong. Okay. കാരണം ഡാക്രോണിൻ്റെ മോണോമർ എന്ന് പറഞ്ഞാൽ ടെറിപ്താലിക് ആസിഡ് ആണ്. ദാറ്റ് ഈസ് 1,4-dicarboxylic acid. അടുത്തത് ആർ എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ആർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ആദ്യത്തെ റിയേജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. CN ഇങ്ങനെ എഴുതാം. CH2 COOMe അല്ലേ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് ആണ്. H3O+, ആസിഡ് ഹൈഡ്രോളിസിസ്, ഹീറ്റ്. അപ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസിന് എഫക്റ്റ് ആവുന്ന ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എസ്റ്റർ ഉണ്ട്. ഇവിടെ എസ്റ്റർ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അത് കൂടാണ്ട് ഇവിടെ എന്തുണ്ട്, CN ഉണ്ട്, നൈട്രൈലിന് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ സംഭവിക്കും, അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഇത് COH ആയിട്ട് മാറും, ഇതും COH ആയിട്ട് മാറും അല്ലേ. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ബിക്കം COH, ദിസ് ഇസ് CH2 COOH. ഓക്കെ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹീറ്റിൻ്റെ സിമ്പിൾ കാണാം അല്ലേ. ഹീറ്റിൻ്റെ സിമ്പിൾ കാണാം, ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബീറ്റ കീറ്റോ ആസിഡ് ആണ് അല്ലേ. ഇത് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഇത് ആൽഫ പൊസിഷൻ ആണ്, ഇത് ബീറ്റ പൊസിഷൻ ആണ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡിൻ്റെ ബീറ്റ പൊസിഷനിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് കാർബോക്സിലിക് ആസിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡീകാർബോക്സിലേഷൻ. അവർ ഡീകാർബോക്സിലേഷൻ നടക്കും. ഓക്കെ, ഡീകാർബോക്സിലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CO, ഇത് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് ഇത് CH3 ആയിട്ട് മാറും. ഇത് CH3 ആയിട്ട് മാറും. പിന്നെ COH, അതിനൊന്നും സംഭവിക്കത്തില്ല. ഇനി തന്നിരിക്കുന്ന H2CrO4 ക്രോമിക് ആസിഡ് ആണ്. ക്രോമിക് ആസിഡിന്റെ പ്രത്യേകത ഇറ്റ് ഇസ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ. ജോൺസ് റിയേജന്റ് പോലെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ അത് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും. കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ നോർമൽ കണ്ടീഷനിൽ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഹീറ്റ് ഓൾറെഡി തന്നതുകൊണ്ട് ഇവിടെ ഹീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഹീറ്റും ക്രോമിക് ആസിഡും വരുമ്പോൾ അത് ഡ്രാസ്റ്റിക് കണ്ടീഷൻ ആവും. ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ കീറ്റോൺ ക്യാൻ ബി ഓക്സിഡൈസ് അല്ലേ. കീറ്റോൺ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 1,3-ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, we get 1,3-ഡൈകാർബോക്സ്. അപ്പോൾ ഇതാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 1,3-ഡൈകാർബോക്സിലിക് ആസിഡ്. നമുക്ക് നോക്കാം P, Q and R are ഡൈകാർബോക്സിലിക് ആസിഡ്. അത് തെറ്റാണ്. Qയും Rഉം ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്, ബട്ട് P is not a ഡൈകാർബോക്സിലിക് ആസിഡ്. So this statement is also wrong. P is not a ഡൈകാർബോക്സിലിക് ആസിഡ്. Q and R are ഡൈകാർബോക്സിലിക് ആസിഡ്. ഓപ്ഷൻ സി നോക്കൂ, കോമ്പൗണ്ട്സ് Q and R are the same അല്ലേ. ഇതാണ് Q 1,3-ഡൈകാർബോക്സിലിക് ആസിഡ്, ബെൻസീൻ ഡൈകാർബോക്സിലിക് ആസിഡ്. R is also 1,3-ബെൻസീൻ ഡൈകാർബോക്സിലിക് ആസിഡ്, ബെൻസീൻ 1,3-ഡൈകാർബോക്സിലിക് ആസിഡ്. അപ്പോൾ Q and R are same. This option is correct. Compounds Q and R are same. ഇനി അടുത്ത ഓപ്ഷൻ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡിയിൽ തന്നേക്കുന്ന BRഉം പിന്നെ ഇവിടെ ആൽഡിഹൈഡിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിനെ നമ്മൾ മെഗ്നീഷ്യം ഡ്രൈ ഈതർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് ഫോം ചെയ്യാൻ പോകുന്നത്. പ്രൊഡ്യൂസ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് MgBr. അല്ലേ, ഇത് ഫോം ചെയ്യും അല്ലേ. ആദ്യത്തേത് ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. വി നോ ദ പ്രോഡക്റ്റ് ഇസ് കാർബോക്സിലിക് ആസിഡ് അല്ലേ, കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ ഇവിടെ COOH വരും. പിന്നെ ഇവിടെ ഹൈഡ്രോളിസിസ് H3O+ കാണിച്ചിട്ടുണ്ട്, ആസിഡ് ഹൈഡ്രോളിസിസ് ആണ്. ആസിഡ് ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ കണ്ടീഷനിൽ ആർക്കും ഹൈഡ്രോളിസിസ് നടക്കും, ഇവിടെയും ഹൈഡ്രോളിസിസ് നടക്കും അല്ലേ. ഇത് ക്ലീവ് ആവും, ഇത് ക്ലീവ് ആയിട്ട് ഇത് എന്തായിട്ട് മാറും, ആൽഡിഹൈഡ് ആയിട്ട് മാറും അല്ലേ. ദിസ് ഇസ് ബേസിക്കലി അസെറ്റാൽ ആണ്, അത് ആൽഡിഹൈഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്, ടോളൻസ് റിയേജൻ്റ് ആണ്. ടോളൻസ് റിയേജൻ്റ് അല്ലേ. ടോളൻസ് റിയേജൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ആൽഡിഹൈഡിന് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും, ഇത് അങ്ങനെ തന്നെ ഇരിക്കും. അരോമാറ്റിക് ആൽഡിഹൈഡിനെയും ഓക്സിഡൈസ് ചെയ്ത് COH, അതാണ് ടോളൻസ് റിയേജൻ്റ് പ്രത്യേകത. സോ ദിസ് ഇസ് ബെൻസീൻ 1,4-ഡൈകാർബോക്സിലിക് ആസിഡ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. R does not undergo aldol condensation. It won't undergo aldol condensation obviously. And S does not undergo Cannizzaro reaction. ഇതാണ് S ന് Cannizzaro റിയാക്ഷനും നടക്കത്തില്ല, because they are carboxylic acid. So option is D is also correct. R does not undergo aldol condensation and S does not undergo Cannizzaro reaction. So option D is also correct. So the correct answer for the question is option C and option D. Another question. I think it's integer type question. H2S 5 moles react completely with acidified aqueous potassium permanganate solution. In this reaction, the number of moles of water produced is X and the number of moles of electrons involved is Y. The value of X plus Y. റിഡോക്സ് റിയാക്ഷൻ ബാലൻസിങ് ആണ് ബേസിക്കലി റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം H2S ആണ് തന്നേക്കുന്നത്, നമുക്ക് അതിനെ S2- എന്ന് എഴുതാം. H+ ഒക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം. S2- ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, അതിൽ MnO4- എന്ന് എഴുതാം അല്ലേ. MnO4-. ഇതാണ് ബേസിക്കലി റിയാക്ട് ചെയ്യുന്ന സ്പീഷീസുകൾ. MnO4 is oxidizing agent, S2- is reducing agent, that's it. And the products are, and this you should know, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. Sulfur is oxidized to, so S2- is oxidized to sulfur, and you are told that it is an acidic medium, acidified aqueous potassium permanganate ആണ്. In acidic medium, MnO4- will get oxidized to Mn2+. Mn2+ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ നമുക്കിനി ബാലൻസ് ചെയ്യണം അല്ലേ. ബാലൻസ് ചെയ്യുമ്പോൾ പറയാം S2- is getting oxidized to 0 oxidation state ആണ്. അപ്പോൾ ഇത് ഇറ്റ്സ് എ 2 ഇലക്ട്രോൺ ഓക്സിഡേഷൻ അല്ലേ. ഇവിടെ 2 ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്. MnO4- ഇത് +7ഉം Mn2+ ഇത് +2 ആണ്. അപ്പോൾ 5 ഇലക്ട്രോൺ ആണ് ആവുന്നത് അല്ലേ. ഇനി നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, 5S2- +2 MnO4-. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വരുമ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആയി, 10 ഇലക്ട്രോണുകൾ വന്നല്ലേ. 5 × 2 10 ഇലക്ട്രോണുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഇവിടെ 5 സൾഫർ ഉണ്ട്, അപ്പോൾ ഇവിടെയും 5 സൾഫർ വേണം. ഇവിടെ 2 മാംഗനീസ് ഉണ്ട്, അപ്പോൾ ഇവിടെയും 2 Mn2+ വേണം അല്ലേ. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഈ ഒരു റിയാക്ഷനിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = 10 ഇലക്ട്രോൺസ് ആണ് ഈ റിയാക്ഷനിൽ ടോട്ടൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the number of moles of water produced is X and the number of moles of electrons involved is Y. അപ്പോൾ Yയുടെ കിട്ടി, Y 10 കിട്ടി. കാരണം ഇവിടെ 5 മോൾസിനാണ് തന്നേക്കുന്നത്. ഇവിടെ 5 മോൾസ് H2S എടുത്തുള്ളൂ അല്ലേ. 5 മോൾസ് H2S എടുക്കുമ്പോഴാണ് നമുക്ക് 5 മോൾസ് S2- വരുന്നത്. അപ്പോൾ 5 മോൾ H2Sന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് 10. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് വാട്ടർ മോളിക്യൂൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ബാലൻസ് ചെയ്യണം അല്ലേ, ബാലൻസ് ചെയ്യണം. അപ്പോൾ ആസിഡിക് മീഡിയം ആണ്. ആസിഡിക് മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തത് ഓക്സിജനെ ബാലൻസ് ചെയ്യണം അല്ലേ. ഓക്സിജനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ there are 8 ഓക്സിജൻസ്, ഈ സൈഡിൽ 8 ഓക്സിജനുകൾ ഉണ്ട്. അപ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എത്ര വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം, 8 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം അല്ലേ. 5S2- +2
MnO4 minus gives 5 sulfur plus 2 Mn2 plus 8 H2O. ഇനി നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 16 H ഉണ്ട്. അപ്പം നമ്മൾ ആസിഡ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ആഡ് 16H പ്ലസ് ഹിയർ അല്ലേ. അപ്പോൾ 16H+ൽ നമ്മൾ ഇവിടെ H2S ആക്കി എഴുതുകയാണെങ്കിൽ കുറച്ച് H+ ഇവിടത്തേക്ക് വരും. എത്ര എണ്ണം? 10 H+ ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ 6 H+ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 5H2S പ്ലസ് 2 MnO4 മൈനസ് നമ്മൾ ഇവിടെ നിന്ന് 10 H+ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനി 6 H+ മാത്രമേ ബാക്കിയുള്ളൂ. 5S പ്ലസ് 2 Mn2 പ്ലസ് 8 H2 അല്ലേ. അപ്പോൾ 5 H2S മോളിക്യൂളിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഇൻവോൾവ് ആയിട്ടുണ്ട്? 8 വാട്ടർ മോളിക്യൂൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ X is equal to 8 എന്ന് വരും. സോ X is equal to 8, Y is equal to 10. സോ X plus Y is equal to 10 plus 8 which is equal to 18. Okay. അപ്പോൾ ഇതിൻ്റെ ആൻസർ is 18. അടുത്ത ക്വസ്റ്റ്യൻ. Among I3 plus SiO4 4 minus SO2Cl2 XeF2 SF4ClF3 and nickel tetracarbonyl XeO2F2 PtCl4 2 minus XeF4 and SOCl2 the total number of species having sp3 hybridized central atom is. സിമ്പിൾ ആണ്, എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള മോളിക്യൂളുകളാണ്. നമുക്കത് ഇപ്പം മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ I3+ ആണ് അല്ലേ. I3+ൽ ഒരു അയഡിനിലെ നമുക്ക് വാലൻസ് ഇലക്ട്രോൺ വെച്ച് നോക്കുകയാണെങ്കിൽ അയഡിനിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 7 3 21. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുമ്പം 20 ഇലക്ട്രോൺസ് ആണ് ഇതിൽ ഉള്ളത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 ഇലക്ട്രോണിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 8 16 4 ബാക്കി വരും. അപ്പോൾ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 2 എണ്ണം വേണം. സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് 2 എണ്ണം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോൺ പെയർ ഇലക്ട്രോണുകളാണ്. അപ്പോൾ 2 സിഗ്മ ബോണ്ടും 2 ലോൺ പെയറും ആണ് ഈ അയഡിൻ്റെ സെൻട്രൽ ഇരിക്കുന്ന അയഡിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നത്. 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം, 2 ലോൺ പെയർ വെക്കാനുണ്ട്. അപ്പോൾ 2 ലോൺ പെയറും 2 സിഗ്മ ബോണ്ടും ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് വേണ്ടത്. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോഴാണ്. സോ ദിസ് ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ്. അടുത്തത് SiO4 4 മൈനസ് അല്ലേ. SiO4 4 മൈനസ് സിലിക്കൺ ആണ് അല്ലേ, കാർബണിൻ്റെ ഗ്രൂപ്പിലുള്ളതാണ്. 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4 വാലൻസ് ഇലക്ട്രോണുകളും 4 സിഗ്മ ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 4 സിഗ്മ ബോണ്ടുകളാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ SiO4 4 മൈനസും sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ സിലിക്കണിൽ 4 വാലൻസ് ഇലക്ട്രോൺസ്, ഓക്സിജനിൽ 6 ആണ്. 6 4 24 വാലൻസ് ഇലക്ട്രോൺ, പിന്നെ 4 നെഗറ്റീവ് ചാർജും കൂടെ ഉണ്ട്. സോ ടോട്ടൽ വിൽ ബി 32 അല്ലേ. നമ്മൾ 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സിഗ്മ ബോണ്ടും 0 ലോൺ പെയറുമാണ്. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3. അടുത്ത SO2Cl2. SO2Cl2. അപ്പോൾ ഇത് 2 സിഗ്മ ബോണ്ടും 2 ലോൺ പെയറുമാണ്. ബെൻ ഷേപ്പ് ആയിരിക്കും ഇതിന്. ഇത് ടെട്രാഹൈഡൽ ആയിരിക്കും. അടുത്ത SO2Cl2. SO2Cl2ൽ സൾഫറിൽ 6 വാലൻസ് ഇലക്ട്രോൺ, ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺ, പക്ഷെ 2 ഓക്സിജൻ ഉണ്ട്, 12 എണ്ണം വരും. ക്ലോറിനിൽ 7 ആണ്, അപ്പോൾ 14 വരും. സോ 32 വരും അല്ലേ. അപ്പോൾ 32 നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. 32 ഇലക്ട്രോൺ വരുമ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും. സോ ഇതും sp3 ആണ്. 4 സിഗ്മ ബോണ്ടും ലോൺ പെയർ ഒന്നും ഉണ്ടാവില്ല. സോ ദ ഷേപ്പ് വിൽ ബി അഗെയിൻ ടെട്രാഹൈഡ്രൽ തന്നെ ആയിരിക്കും. അടുത്തത് XeF2. XeF2 നമുക്കറിയാം, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരിക sp3d ആണ്. ലീനിയർ ഷേപ്പ് ആയിരിക്കും. 3 ലോൺ പെയറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സെനോണിൽ 8 വാലൻസ് ഇലക്ട്രോണുകളാണ്. ഫ്ലൂറിൻ 2 ഫ്ലൂറിനിലും കൂടിയിട്ട് 14 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ടോട്ടൽ 22 ആണ്. ഈ 22നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 8 16 വരും, പിന്നെ 6 വരും അല്ലേ. അപ്പോൾ 2 സിഗ്മ ബോണ്ടും ഉണ്ട്,
3 ലോൺ പെയറുകളും ഉണ്ട് അല്ലേ. ടോട്ടൽ ഇലക്ട്രോൺസ് ആണ് 6. അപ്പോൾ പെയർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3. അപ്പോൾ 2, 3, 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. അപ്പോൾ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരുമ്പം sp3d ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. sp3d ഹൈബ്രിഡൈസേഷൻ വിത്ത് 2 സിഗ്മ ബോണ്ട്. ഷേപ്പ് ലീനിയർ ഷേപ്പ് ആയിരിക്കും വിത്ത് 3 ലോൺ പെയർസ്. അപ്പോൾ XeF2 sp3d ആണ്. സോ ദിസ് ഇസ് sp3d. അടുത്തത് SF4 നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് നമ്മൾ സീസോ ജോമെട്രി പഠിക്കുമ്പോൾ സീസോ ഷേപ്പ് പഠിക്കുന്ന മോളിക്യൂളാണ്. SF4 ഈ മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 6 വാലൻസ് ഇലക്ട്രോൺ ഓൺ സൾഫർ. ഫ്ലൂറിൻ്റെ മുകളിൽ 7 ആണ്. 7 4 28 ഉണ്ടാവും. 28ഉം 6 34 ആണ്. സോ 34നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ 4 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറുമാണ്. ടോട്ടൽ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. സോ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d ആയിരിക്കും. sp3d ഹൈബ്രിഡൈസേഷൻ വിത്ത് എ ലോൺ പെയർ സീസോ ഷേപ്പ് ആണ്. സോ ദിസ് ഇസ് sp3d. SF4 is also sp3d. അടുത്തത് ClF3 നമുക്ക് ഫെമിലിയർ ആണ്. ടി ഷേപ്പ് മോളിക്യൂൾ പഠിക്കുന്ന എക്സാമ്പിൾ ആണ് ClF3. അഗെയിൻ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d. ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ClF3 ക്ലോറിൻ്റെ 7 ആണ്. ഫ്ലൂറിനിലും 7 ആണ്. 7 3 21. 28 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 28നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 അല്ലേ. അപ്പോൾ 3 സിഗ്മ ബോണ്ടും 2 ലോൺ പെയറുമാണ്. ടോട്ടൽ 5 ഹൈബ്രിഡ് ഓർബിറ്റൽ. സോ sp3d ഹൈബ്രിഡൈസേഷൻ വിത്ത് 2 ലോൺ പെയർസ്. ടി ഷേപ്പ് ജോമെട്രി ആണ്. സോ ദിസ് ഇസ് ഓൾസോ sp3d. നിക്കൽ ടെട്രാ കാർബണിൽ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. ഹൈബ്രിഡൈസേഷൻ ഇസ് sp3 ആൻഡ് ഇറ്റ് ഈസ് എ ടെട്രാഹിഡ്രൽ മോളിക്യൂൾ. നിക്കൽ ടെട്രാ കാർബൺ അല്ലെ. കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2 ആണ് അല്ലെ. 3d8 4s2. നിക്കൽ ടെട്രാ കാർബണിൽ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പിന്നെ കാർബൺ മോണോക്സൈഡ് ഈസ് എ വെരി സ്ട്രോങ് ലിഗാൻഡ്. ഇറ്റ് വിൽ മേക്ക് ദ ഇലക്ട്രോൺസ് പെയർഡ് അല്ലെ. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്കലി ഈ രീതിയിലാണ് 8 ഇലക്ട്രോണുകൾ വരുന്നത്. 4s2 ഇങ്ങനെ വരും. ഇനി ഇത് കാർബൺ മോണോക്സൈഡ് വരുമ്പം ഇവിടെ പെയറിങ് നടക്കും. ഇവിടെ പെയറിങ് നടന്നിട്ട് ഈ ഇലക്ട്രോണുകൾ രണ്ടും പെയർഡ് ആവും. അപ്പോൾ ഈ 2 പെയർ ഓഫ് ഇലക്ട്രോൺ അവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് 4s വേക്കൻ്റ് ആയി. പിന്നെ 4pയും കൂടി എടുത്ത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നിക്കൽ ടെട്രാ കാർബണിൽ. അടുത്തത് XeO2F2 ആണ്. XeO2F2 സെനോണിൽ 8 വാലൻസ് ഇലക്ട്രോൺ, ഓക്സിജനിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. 2 ഓക്സിജനിലും കൂടിയിട്ട് 12 വരും. 2 ഫ്ലൂറിനിലും കൂടിയിട്ട് 14 വരും. സോ 12ഉം 8 20ഉം 10 34 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 8 32 2 അല്ലെ. 4 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറുമാണ്. 4 1 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3d അല്ലെ. XeO2F2ന്റെ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. 1 ലോൺ പെയർ ഉണ്ട്. സോ ഷേപ്പ് സീസോ ഷേപ്പ്. സോ ദിസ് ഇസ് sp3d. PtCl4 2- പ്ലാറ്റിനം ബിലോങ്സ് ടു 6th പീരീഡ്. ഇപ്പോൾ 6th പീരീഡിലുള്ള എലിമെന്റുകളൊക്കെ ബേസിക്കലി ദേ ഫോം square planar coordinate complexes. So the hybridization will be dsp2. It is not sp3, it is dsp2. അടുത്തത് XeF4. XeF4 സെനോണിൽ 8 ഇലക്ട്രോൺസ് ആണ്. 4 ഫ്ലൂറിനിലും കൂടി 28 ഇലക്ട്രോൺസ് ആണ്. 36 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. ഈ 36നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 8 32ഉം ബാക്കി 4 വരും. അപ്പോൾ 4 സിഗ്മ ബോണ്ടും 2 ലോൺ പെയറുമാണ്. ടോട്ടൽ 6 ഹൈബ്രിഡ് ഓർബിറ്റൽ. സോ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d3. സോറി sp3d2. sp3d2 ആണ്. ഒക്ടാഹൈഡ്രൽ ജോമെട്രി ആണ് ഇലക്ട്രോണിക് ജോമെട്രി വരെ. പക്ഷെ 4 സിഗ്മ ബോണ്ടും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ പ്ലെനാർ ജോമെട്രി ആയിരിക്കും. അതിന്റെ മുകളിലും താഴെയും ഓരോ ലോൺ പെയർ ഉണ്ടാവും. സോ XeF4 is sp3d2. Now next is SOCl2. SOCl2ലേക്ക് വരുമ്പം
SOCl2 അല്ലേ. സൾഫറിൽ 6 വാലൻസ് ഇലക്ട്രോൺ, ഓക്സിജനിലും 6 വാലൻസ് ഇലക്ട്രോൺ, 2 ക്ലോറിനിലും കൂടിയിട്ട് 14 വാലൻസ് ഇലക്ട്രോൺ അല്ലേ. സോ 14 6 20 26 ഇലക്ട്രോണുകളാണ് ടോട്ടൽ. നമ്മൾ 26നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 24 2 3 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറും, ടോട്ടൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വേണം. സോ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3. സോ ദിസ് ഈസ് ഓൾസോ sp3. നമുക്ക് ഇതിനെയും കൂടെ എടുക്കാം. SOCl2 ഹൈബ്രിഡൈസേഷൻ ഇസ് sp3. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ I3 പ്ലസ് sp3 ആണ്. SiO4 4 മൈനസ് ഇസ് sp3. SO2Cl2 ഇസ് sp3. XeF2 sp3d, SF4 sp3d, ClF3 sp3d. Nickel tetracarbonyl is sp3. This is sp3d. PtCl4 2 minus is dsp2. XeF4 is sp3d2. SOCl2 is sp3. അപ്പോൾ 5 മോളിക്യൂളിലാണ് സെൻട്രൽ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ നടന്നേക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 5 ആയിരിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് മോളിക്യൂൾസ് Br3O8, F2O, H2S4O6, H2S5O6 and C3O2. Count the number of atoms existing in their zero oxidation state in each molecule and their sums. നമുക്കിതിൽ ഓരോ മോളിക്യൂളുടെയും സ്ട്രക്ചർ വരച്ചിട്ട് അതിൽ ഏതൊക്കെ ആറ്റംസ് ആണ് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് അതിൻ്റെയൊക്കെ ടോട്ടൽ സമയം. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ സ്ട്രക്ചർ ചെയ്താനൊക്കെ എളുപ്പമുള്ള മോളിക്യൂൾസാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സ്ട്രക്ചറുകൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൽ ഇപ്പോൾ സെൻട്രൽ ആറ്റം Br ആണ്, ഈ രീതിയിൽ എഴുതാം. Br 3 Brകളുണ്ട്. വാലൻസിൽ ഇരിക്കുന്ന ബ്രോമിനുകളുടെ ഒക്കെ അറ്റത്തിരിക്കുന്ന രണ്ടറ്റത്തിരിക്കുന്ന ഈ ആറ്റങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് വാലൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കും. ഇപ്പം ബ്രോമിൻ്റെ വാലൻസ് നമുക്കറിയാം 7 ബോണ്ട് വരെ മാക്സിമം ഫോം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൽ 7 ബോണ്ട് കൊടുക്കുക. ഓക്സിജൻ ആണ് അടുത്ത ആറ്റം. അപ്പോൾ എപ്പോഴും ഡബിൾ ബോണ്ടഡ് ആയിട്ടായിരിക്കും ആ ഓക്സിജൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരറ്റത്തെ Brൻ്റെ സ്റ്റാറ്റസ്. രണ്ടാമത്തെ അറ്റത്തിരിക്കുന്ന Brഉം ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് 3 Br ആയി, 6 ഓക്സിജൻ ആയി. ഇനി 2 ഓക്സിജനും കൂടെ ഉണ്ട്. ആ 2 ഓക്സിജൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് Br3O8ൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ Brൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് +2 വരും, ഇവിടുന്ന് +2, ഇവിടുന്ന് +2, ടോട്ടൽ +6 ആയിരിക്കും അല്ലേ. ആ Brൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആയിരിക്കും. ഇനി ഈ Brൻ്റെ ഇവിടുന്ന് ഓക്സിജൻ -2, ഇവിടുന്ന് +2 വരും, ഇവിടുന്നും +2 കിട്ടും. ഇതിൻ്റെ അത് +4 ആയിരിക്കും, കാരണം ഇതൊക്കെ 0 ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് ഓക്സിജനിൽ നിന്ന് അതിന് ചാർജ് വരുന്നുണ്ട്. സോ +4 ആയിരിക്കും. ഇതിൻ്റെ അത് +6 ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആറ്റങ്ങളൊന്നും ഇല്ല. അടുത്തത് F2O. ഇവിടെ ഒബ്വിയസ്ലി ഇതിന് -1ഉം ഇതിന് -1ഉം ഇതിന് +2ഉം ആയിരിക്കും. അപ്പോൾ ഇവിടെയും സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ആറ്റങ്ങൾ ആരും ഇല്ല. അടുത്തത് H2S4O6 ആണ്. 4 സൾഫറുകൾ ഉണ്ട് അല്ലേ. നാല് സൾഫറുകളെ നമ്മളിങ്ങനെ നേരത്തെ ബ്രോമിൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 4 സൾഫറുകളെ ഈ രീതിയിൽ ബോണ്ട് ഫോം ചെയ്യിക്കാം. പിന്നെ 2 അറ്റത്തിരിക്കുന്ന സൾഫറുകളുടെ മാക്സിമം ബോണ്ടുകൾ കൊടുക്കുക. 2 അറ്റത്തിരിക്കുന്ന നമുക്കറിയാം 6 എണ്ണം കൊടുക്കണം. പക്ഷെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു ഓക്സിജൻ്റെ മുകളിൽ നമ്മൾ ഹൈഡ്രജൻ ഇട്ടേ പറ്റത്തുള്ളൂ. അതേപോലെ ഇവിടെയും സിമെട്രിക്കൽ ആയിട്ട് വരും, ഇവിടെയും OH. അപ്പോൾ ഇതിന് 2 എണ്ണേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി 4 വാലൻസിയും കൂടെ കൊടുക്കണം. ഇനി ബാക്കി നമുക്ക് ഓക്സിജനുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 വാലൻസി കൊടുക്കണമെങ്കിൽ ഡബിൾ ബോണ്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യിക്കാം. തീർന്നല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, 2 ഹൈഡ്രജനായി, 4 സൾഫറുകളായി, 1 2 3 4 5 6 ഓക്സിജനുമായി സ്ട്രക്ചർ ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക. സൾഫറിൻ്റെ ഇപ്പോൾ ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ്റെ ഒക്കെ ഇതിലൊക്കെ ചാർജ് ഉണ്ട് അപ്പോൾ ഇനി ഈ ഓക്സിജൻ ഈ സൾഫറിന് ഇവിടുന്ന് +2 വരും, ഇവിടുന്ന് +2 വരും, +4 ആയി, ഇവിടുന്ന് +1 വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് +5 ആണ്. ഓക്കെ, +5. അതേപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെതും ചാർജ് വരുന്നത് +5 ആയിരിക്കും. ഇനി ഈ സൾഫറിൻ്റെ പ്രത്യേകത, ഈ സൈഡിൽ സൾഫറുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, ഈ സൈഡിലും സൾഫറുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. 2 ബോണ്ടൊന്നും അതിന് ചാർജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെത് 0 ആയിരിക്കും,
ഇതേപോലെ ഈ സൾഫറിൻ്റെതും 0 ആയിരിക്കും. അപ്പോൾ ഈ മോളിക്യൂളിൽ 2 ആറ്റങ്ങളുണ്ട് വിത്ത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, H2S4O6 ആയി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ H2S5O6. H2S5O6 ഇതറിയാമെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഒരു സൾഫറും കൂടെ ഇടയിലൊന്ന് ചേർത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഹൈഡ്രജൻ്റെ എണ്ണം 2 ആണ്, ഓക്സിജൻ്റെ എണ്ണം 6 ആണ്. ദാറ്റ്സ് ഇറ്റ്, തീർന്നു. H2S5O6. ഓക്കെ, അപ്പോൾ ഈ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5, ഈ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5, ഇതിൻ്റെത് 0, ഇതിൻ്റെത് 0, ഇതിൻ്റെത് 0 അല്ലേ. അപ്പോൾ ഇവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള എത്ര ആറ്റങ്ങളുണ്ട്? 3 ആറ്റങ്ങളുണ്ട് അല്ലേ. 2, 3, 5. ഇനി C3O2. C3O2 അല്ലേ. നടുക്കുള്ള കാർബണിൻ്റെ വാലൻസി ഫുൾ ആക്കണമെങ്കിൽ നമ്മൾ ഡബിൾ ബോണ്ട് ഇട്ടേ പറ്റുള്ളൂ. പിന്നെ 2 ഓക്സിജൻ, സബ് ഓക്സൈഡ് ആണ് C3O2 അല്ലേ. അപ്പോൾ ഇതിൽ ഈ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ഈ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും +2 ആണ്, ബിക്കോസ് ദാറ്റ് ഈസ് ബോണ്ടഡ് ടു ഓക്സിജൻ ആറ്റം. ബട്ട് ദിസ് കാർബൺ ഈസ് ബോണ്ടഡ് ടു 2 അതർ കാർബൺ ആറ്റം, സോ ഇറ്റ്സ് ചാർജ് 0. സോ ഇവിടെ 0 ചാർജുള്ള ഒരു ആറ്റം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3ഉം 2ഉം 5ഉം 1ഉം 6 ആണ് ആറ്റംസ് വിത്ത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 6 ആറ്റംസ് ഉണ്ട് ടോട്ടൽ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. For helium positive, a transition takes place from the orbit of radius 105.8 pm to the orbit of radius 26.45 pm. The wavelength of the emitted photon during the transition is, നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. ആദ്യമുള്ളത് 105.8 pm, അതിനാണ് ലാർജർ റേഡിയസ് ഉള്ളത്. അപ്പോൾ ഹയർ ഷെല്ല് അതാണ്. അപ്പോൾ ആ N2 എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജ് N1ലേക്ക് വരുമ്പോൾ അതൊരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ റിഡ്ബർഗ് ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ റിഡ്ബർഗ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാവുന്ന ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/λ is equal to RH into Z square into 1/N1 square minus 1/N2 square എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയിലാണെങ്കിൽ RH-ൻ്റെ വാല്യൂ 109,677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ്. പക്ഷെ നമുക്ക് ആ റിഡ്ബർഗ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ തന്നേക്കുന്നത് ജൂൾസിലാണ് അല്ലേ, ജൂൾസിലാണ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് ഏതിൻ്റെ ടേമിൽ എഴുതേണ്ടി വരും? ഒരു കാര്യം ചെയ്യാം, ΔE is equal to RZ ഇതാണ് ആണെങ്കിൽ RH-ൻ്റെ യൂണിറ്റ് ഏതിലായിരിക്കും ഉണ്ടാവുക? ജൂൾസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ RH in സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, ഇവിടെ ആകുമ്പോൾ RH in ജൂൾസ്. ഇതാണ് ഡിഫറൻസ്. ഇത് ഈ ഒരു പോയിന്റ് മാത്രം ഓർത്താൽ മതി. എനിവേ നമുക്ക് N1ഉം N2ഉം കണ്ടുപിടിക്കണം അല്ലേ. N1 and N2 കണ്ടുപിടിക്കണം. അപ്പോൾ N1 and N2 കണ്ടുപിടിക്കാനാണ് ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ഫ്രം ദ ഓർബിറ്റ് ഓഫ് റേഡിയസ് 1.5.8. അപ്പോൾ അതാണ് ഹയർ എനർജി സ്റ്റേറ്റ് അല്ലേ, അതാണ് ഹയർ എനർജി സ്റ്റേറ്റ്. അപ്പോൾ ഹയർ എനർജി സ്റ്റേറ്റ് ഉള്ളതാണ് N2 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് nth ബോർ ഓർബിറ്റ് നമുക്കറിയാം, ഇറ്റ് ഇസ് 0.529 ഇൻറ്റു n²/z ആണ് അല്ലേ. 0.529 n²/z ആണ്. ഹീലിയം ആണ്, അപ്പോൾ നമുക്ക് എഴുതാം 0.529 ഇൻറ്റു n². ഹീലിയത്തിൻ്റെ ഇസെഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും ആംസ്ട്രോം ആണ്. നമുക്കിവിടെ തന്നേക്കുന്ന പൈക്കോമീറ്റർ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആംസ്ട്രോമിലേക്ക് മാറ്റേണ്ടി വരും അല്ലേ. സോ 1.05 ആംസ്ട്രോം ആക്കേണ്ടി വരും. കാരണം 0.52 ഈ വാല്യൂ വരുന്നത് ആംസ്ട്രോമിലാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുമ്പം ആ തന്നേക്കുന്ന വാല്യൂ ആംസ്ട്രോമിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ n² is equal to, so n² is equal to 1.05 into 2 divided by 0.529 വരും അല്ലേ. അപ്പോൾ ഇത് 2 വരും, അപ്പോൾ 2 × 4, അപ്പോൾ എന്നിൻ്റെ വാല്യൂ വിൽ ബി 2. അപ്പോൾ ഹയർ എനർജി സ്റ്റേറ്റ് N2 is equal to 2 എന്ന് കിട്ടി. കാരണം അവിടെ നിന്നാണ് വരുന്നത്, ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പോൾ എവിടത്തേക്കാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26.4 പിക്കോമീറ്റർ റേഡിയസ് ഉള്ള ഓർബിറ്റലിലേക്കാണ് വരുന്നത്. അപ്പോൾ 0.529
n square divided by 2 is equal to 0.2645 എന്ന് എഴുതാം. അത്രയും ആംസ്ട്രോമിലേക്ക് അല്ലേ, പിക്കോമീറ്ററിന് നമ്മൾ ആംസ്ട്രോമിലേക്ക് മാറ്റും. സോ n square is equal to 0.2645 into 2 divided by 0.529. അപ്പോൾ 2 അപ്പോൾ n equal to 1 എന്ന് കിട്ടും. അപ്പോൾ n1 equal to 1 എന്ന് കിട്ടും. ഹയർ എനർജി സ്റ്റേറ്റ് 2ഉം ലോവർ എനർജി സ്റ്റേറ്റ് 1ഉം ആണ്. ഇനി നമുക്ക് റിഡ്ബർഗ് ഫോർമുല ഉപയോഗിക്കാം അല്ലേ. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു RHന്റെ വാല്യൂ. So delta E is equal to RH into Z square into 1 by N1 square minus 1 by N2 square. നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ HC by lambda എന്ന് എഴുതും. HC by lambda is equal to RH into Z square into 1 by N1 square minus 1 by N2 square. നമുക്ക് ഇതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ക്വസ്റ്റനിൽ തന്ന പോലെ തന്നെ എടുക്കണം. 6.6 into 10 raised to minus 34 joules second inverse. C is 3 into 10 raised to 8 meter per second divided by lambda കണ്ടുപിടിക്കണം, which is equal to RHന്റെ വാല്യൂ നമുക്ക് ജൂൾസിൽ തന്നിട്ടുണ്ട്. ജൂൾസിൽ RH 2.2 into 10 raised to minus 18. 2.2 into 10 raised to minus 18 into Z-ന്റെ സ്ക്വയർ അപ്പോൾ 4 വരും അല്ലേ. 1 by 1 minus 1 by 4. ഇതാണ്. നമുക്കിനി ഒന്ന് ഇത് സിംപ്ലിഫൈ ചെയ്തേക്കാം. അപ്പോൾ ഇതിന് കാര്യം ചെയ്യാം. 6.6 into 10 raised to minus 34 into 3 into 10 raised to 8 divided by ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. 2.2 into 10 raised to minus 18 ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ലാംഡേനെ ഇവിടെ കൊണ്ടുവരാം. into 4 minus 1 3 by 4 അല്ലേ. അപ്പോൾ ഈ ഫോറും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ലാംഡ ഫൈനലി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ലാംഡ ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും, 3 വരും അല്ലേ. 3 വരും. അപ്പോൾ ഈ ത്രീയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 3 into 10 raised to minus 34ഉം 10 raised to 8ഉം 10 raised to minus 26 വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 10 raised to minus 18 ഉണ്ട്. സോ 10 raised to minus 8 മീറ്റർ എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, 300 into 10 raised to minus ഇങ്ങനെ വരും. നമുക്ക് ആംസ്ട്രോമിലല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ നാനോമീറ്ററിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നാനോമീറ്ററിൽ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ എഴുതാം അല്ലേ. 30 into 10 raised to minus 9 meter or which is equal to 30 nanometer. 30 nanometer. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 30 ആണ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 30. അടുത്ത ക്വസ്റ്റ്യൻ. 50 ml of 0.2 molar urea solution with density 1.012 gram per ml at 300 Kelvin is mixed with 250 ml of a solution containing 0.06 gram of urea. Both the solutions were prepared in the same solvent. The osmotic pressure of the resulting solution at 300 Kelvin is. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 യൂറിയ സൊല്യൂഷനുകൾ മിക്സ് ചെയ്യുന്നുണ്ട്, വേറെ സൊല്യൂട്ടുകൾ ഒന്നുമില്ല. അപ്പോൾ അതിൽ യൂറിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ യൂറിയ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ ഇസ് ഈക്വൽ ടു CRT ആണ്. അവിടുത്തെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ആണ് അല്ലേ. ഇവിടുത്തെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ബേസിക്കലി ഇതാണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ ഒക്കെ ടോറിലൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് പക്ഷെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ കണ്ടുപിടിക്കണം. 2 യൂറിയ സൊല്യൂഷനുകളാണ് മിക്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ സൊല്യൂഷനിൽ 250 ml എടുത്തപ്പോൾ അതിൽ 0.06 gram ഓഫ് യൂറിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സൊല്യൂഷനിലെ യൂറിയയുടെ വെയിറ്റ് തന്നിട്ടില്ല. നമ്മൾ ആ യൂറിയയുടെ വെയിറ്റ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ സൊല്യൂഷൻ 1ൽ അതിന് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.2 മോളാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 0.2 മോളാൽ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ ഇസ് 0.2, വോളിയം ഓഫ് സോൾവെന്റ് is equal to 1000
വോളിയം അല്ല, വെയിറ്റ് ഓഫ് സോൾവെന്റ് 1000 gram. അപ്പോൾ ഇതാണ് 0.2 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ 0.2ഉം വെയിറ്റ് ഓഫ് സോൾവെന്റ് 1000 ഗ്രാമും ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ 0.2 ആണെങ്കിൽ വെയിറ്റ് ഓഫ് യൂറിയ എന്തായിരിക്കും? മോളാർ മാസ് ഓഫ് യൂറിയ ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ആണ് 12 gram അല്ലേ? 12 gram യൂറിയ ആണ്. 1000 gram സോൾവെന്റിൽ 12 gram യൂറിയ ഡിസോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ എത്രയായിരിക്കും? വെയിറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോൾവെന്റ് പ്ലസ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. സോ 1012 gram എന്ന് വരും അല്ലേ? വെയിറ്റ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ 1012 gram ആണ് ആ സൊല്യൂഷൻ്റെ വെയിറ്റ്. ആ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.012 gram per ml ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ എത്രയായിരിക്കും? വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. സോ വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് വെയിറ്റ് ഓർ മാസ് ബൈ ഡെൻസിറ്റി. Weight is 1012 gram. This is 1.012 gram per ml. So volume of solution is 1000 ml അല്ലേ? 1000 ml. അപ്പോൾ 1000 ml സൊല്യൂഷൻ ആണ്. 1000 ml സൊല്യൂഷനിൽ എത്ര ഗ്രാം യൂറിയ ഉണ്ട്? 12 gram യൂറിയ ഉണ്ട് അല്ലേ? 1000 ml സൊല്യൂഷനിൽ 12 gram യൂറിയ ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. 0.2 മോളാർ സൊല്യൂഷൻ വിത്ത് ഡെൻസിറ്റി 1.012 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സൊല്യൂഷൻ്റെ വോളിയം 1000 ml ആണെങ്കിൽ അതിൽ 12 gram യൂറിയ ഉണ്ട്. 1000 ml 12 gram യൂറിയ ഉണ്ടെങ്കിൽ 50 ml എത്ര ഗ്രാം യൂറിയ ഉണ്ടാവും? സോ വെയിറ്റ് ഓഫ് യൂറിയ in 50 ml is equal to, so 1000 gram 12 gram, 1000 ml 12 gram ആണ്. അപ്പോൾ 1 ml 1000 divided by 12 divided by 1000 into 50 വരും അല്ലേ? ഇത്രയും ഗ്രാം യൂറിയ ആണ് 50 ml-നകത്തുള്ളത്. അപ്പോൾ ഇത് എത്ര വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വരും. ആദ്യത്തെ സൊല്യൂഷനിൽ 50 ml സൊല്യൂഷനിൽ 0.06 ഗ്രാം യൂറിയ ആണ് ഉള്ളത്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ സൊല്യൂഷൻ 2. Weight of urea in 250 ml is equal to 0.6 gram. So രണ്ട് സൊല്യൂഷനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് യൂറിയ എന്തായിരിക്കും? ടോട്ടൽ വെയിറ്റ് ഓഫ് യൂറിയ is equal to 0.06 plus 0.6 which is equal to 0.66 gram അല്ലേ? 0.66 gram യൂറിയ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ എന്തായിരിക്കും? 0.66 വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻ ടു വോളിയം ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ മിക്സ് ചെയ്യുന്നത് 250 ml 50 ml ആണ്. അപ്പോൾ 300 ml അല്ലെങ്കിൽ 0.3 ലിറ്റർ ആണ് സൊല്യൂഷൻ്റെ വോളിയം അല്ലേ? അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് അവസാനം എഴുതാം. ഇനി പൈ ഈക്വൽ ടു CRT ആണല്ലോ. പൈ ഇസ് ഈക്വൽ ടു CRT അല്ലേ? സോ C is equal to 0.66 divided by 60 into 0.3 R. നമുക്ക് ടോറിലാണ് കണ്ടുപിടിക്കേണ്ടത്. ടോറിലുള്ള ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 62 ആണ് അല്ലേ? 62 into 62 into 300 അല്ലേ? അപ്പോൾ ഇതാണ്. സോ സോ 62 into 11 ആണ് 620 683 682 വരും അല്ലേ? അപ്പോൾ 62 into 10 620 വരും. 620 plus 62 682 ടോർ. അപ്പോൾ പൈ ഇസ് ഈക്വൽ ടു 682 ടോർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു 682 ടോർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ ഓഫ് 4-methyl oct-1-ene with HBr in the presence of C6H5CO2. So this is peroxide. This is peroxide gives 2 isomeric bromide in a 9:1 ratio. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം.
4-methyl oct 1 എന്നാ പറഞ്ഞേക്കണം. 1 2 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. This is 4-methyl oct 1 in ആവുമ്പം ഇവിടെ ഡബിൾ ബോണ്ട് വരും. 1 2 3 4 ഇവിടെ CH3 വരും അല്ലേ. അപ്പം ഇതാണ് 4-methyl This is 4-methyl oct 1-ene. അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഇസ് ഈക്വൽ ടു 2.52 gram. ഇതിൻ്റെ മോളാർ മാസ്, നമുക്കിതിൻ്റെ മോളാർ മാസ് ഇസ് ഈക്വൽ ടു 126 ആണ്. 126 gram per mole. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് വെയിറ്റ് ബൈ മോളാർ മാസ് 2.52 ഡിവൈഡ് ബൈ 126 ആണ്. സോ 0.02. 0.02 മോൾസ് ഓഫ് 4-methyl oct 1-ene. അപ്പോൾ അത് HBrമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. അപ്പോൾ ഇവിടെ ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ മേജർ പ്രൊഡക്റ്റിൻ്റെ ഫോർമുലയും രണ്ട് പ്രൊഡക്റ്റുകളും എഴുതാം. അപ്പോൾ പെറോക്സൈഡ് ആണെങ്കിൽ എച്ച് ഇവിടെയും Br ഇവിടെയും ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2Br. ഇതെന്താവും? ഇത് CH2 ആവും. CH2 CH2 CH3. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 CH ഞാൻ CH2 ത്രൈസ് എഴുതുന്നു. CH3. അപ്പോൾ ഇതായിരിക്കും ഒരു പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് മാർക്കോണിക് ഓഫ് അഡിഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ്, അതായത് CH3 CHBr അല്ലേ. CH3 CHBr പിന്നെ CH2 CH3 CH2 3 times CH3. നിർത്തണം. ഇവിടെ ക്ലാസ് ഉണ്ടോ 11:30? കുറച്ച് സമയം എടുക്കും. 12 ചേട്ടാ കുറേ ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര ലെങ്തി. അപ്പൊ ഇത് ആന്റി മാർക്കോണിക് ഓഫ് എഡിഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റും ഇത് മാർക്കോണിക് ഓഫ് എഡിഷൻ നടന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റും ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും മേജർ പ്രൊഡക്റ്റ് അല്ലെ. മേജർ പ്രൊഡക്റ്റ് ഇതായിരിക്കും മൈനർ. ഇനി നമുക്ക് ഇവരുടെ എമൗണ്ട് കണ്ടുപിടിക്കണം. ഇത് ഉണ്ടാകുന്നത് 9:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ നമ്മൾ 0.02 മോൾസ് ആണ് എടുത്തേക്കുന്നത്. 0.02 മോൾ. അപ്പൊ ഇത് 100% ഈൽഡ് ആണെങ്കിൽ ഇത് 0.02 എടുക്കുന്നുണ്ടെങ്കിൽ ഇതും 0.02 കിട്ടും അല്ലെ. 1:1 ആണ്. പക്ഷെ 50% ഈൽഡ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ എമൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ആണ് ഉണ്ടാവുള്ളൂ. ഇനി റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് 9/10 കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നത്. കാരണം ഇതിന്റെ 9:1 റേഷ്യോയിലാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് 9 മോൾസ് ഉണ്ടാവുമ്പം ഇത് 1 മോള് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് 1 മോൾ ഉണ്ടാവുമ്പം ഇതിന്റെ 9 മോൾസ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഈൽഡ് 50% ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് വരുന്നത് എത്ര ആയിരിക്കും അല്ലേ. അപ്പോൾ 2 കൊടുക്കുക. പിന്നെ 2 × 10⁻² 2 ക്യാൻസൽ ചെയ്ത് പോകും. 10⁻³ 0.09. അപ്പോൾ ഇതിൻ്റെ 0.009 മോൾസ് ആണ് ഇത് ഉണ്ടാവുന്നത്. ഇതിൻ്റെ എത്രയായിരിക്കും ഉണ്ടാവുക? ഇതിൻ്റെത് നമുക്ക് കിട്ടേണ്ടത് 1:1 ആണ് സ്റ്റോഷിയോമെട്രി. അപ്പോൾ 0.02. പക്ഷെ അതിൻ്റെ 50% മാത്രമാണ് ഈൽഡ്. പിന്നെ റിലേറ്റീവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആയിരിക്കും അല്ലെ. റിലേറ്റീവ് റേഷ്യോ ഇസ് 1/10. അപ്പോൾ ഇത് 2 × 10⁻². പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാം? 2 × 10⁻² × 50 ×
5 into 10 raised to minus 2. അപ്പോൾ 2 into 5 10 വരും. 001. ഇത് 0.001 മോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0.02 മോൾസ് ഓഫ് ഈ കോമ്പൗണ്ട് എടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റ വെച്ച് 9:1 റേഷ്യോയിൽ ഫോം ചെയ്യുന്നു വിത്ത് 50% ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 0.009 മോളും ഫോം ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ 0.001 മോളും ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. With a combined yield of 50%. Of this, the entire amount of the primary alkyl bromide was reacted with an appropriate amount of diethylamine. Diethylamine എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 twice NH ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫോളോഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് aqueous potassium carbonate to give a non-ionic product S in 100% yield. The mass in milligram of S obtained is. അപ്പോൾ നമ്മൾ ഇതിൽ കിട്ടിയിരിക്കുന്ന പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അല്ലെ, ഇതാണ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഈ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ ഡൈഈഥൈൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഇതാണ് ഡൈഇഥൈൽ അമീൻ. അപ്പോൾ ഒരു അമീനും ആൽക്കൈൽ ഹാലൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ അതർ നെക്സ്റ്റ് അമീൻ അല്ലെ, ടെർഷറി. ഇപ്പം ഇതിപ്പോൾ സെക്കൻഡറി അമീൻ ആണ്, വിൽ ഗെറ്റ് ടെർഷറി അമീൻ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ BR പോയിട്ട് നമുക്ക് ആദ്യം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C2H5 ഇവിടെ ഉണ്ടാവും, ഇവിടെയും C2H5 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. പിന്നെ നമ്മൾ ഈ CH2 CH3 twice CH. അപ്പോൾ ഇതാണ് ആദ്യം ഉണ്ടാവുന്നത്. ദിസ് ഈസ് ദ വൺ ഇനീഷ്യലി ഫോംഡ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഒരു Na2CO3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. Na2CO3 അല്ലെ, സോഡിയം കാർബണേറ്റ് ബേസ് ആണ്. ഇവിടുന്ന് ഈ H+Hനെ എടുക്കും. അപ്പോൾ Hനെ എടുക്കുമ്പോൾ ആ പെയർ ഓഫ് ഇലക്ട്രോൺ ഇവിടത്തേക്ക് വരും, എന്നിട്ട് വീണ്ടും ആ നൈട്രോജൻ്റെ മുകളിൽ ലോൺ പെയർ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCH2 CH3 CH2 CH3 നമുക്ക് ടെർഷറി അമീൻ ആണ് കിട്ടുക. ഇനി ബാക്കിയൊക്കെ അങ്ങനെ തന്നെ CH2 CH2 CH3 CH2 3 times CH3. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബേസിക്കലി വി വിൽ ബി ഗെറ്റിംഗ് എ ടെർഷറി അമീൻ. ഒരു ടെർഷറി അമീൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ 100% ഈൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ 0.009 മോൾസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 0.009 മോളാണ് എടുക്കുന്നതെങ്കിൽ ഇതും 0.009 മോള് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതും എത്രയായിരിക്കും? 0.009 മോൾ ആയിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. സോ വിൽ ഗെറ്റ് 0.009 മോൾസ് ഓഫ് ദിസ് കോമ്പൗണ്ട്. നമുക്ക് മോൾസ് അല്ല വേണ്ടത്, നമുക്ക് അതിനെ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിച്ചാൽ വരുന്നത് ദിസ് മോളാർ മാസ് ഇസ് 199 gram per mole ആണ് ഇതിൻ്റെ മോളാർ മാസ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് എന്താണ്? വെയിറ്റ് 199 into 0.009 വരും. ഓക്കെ, 199 into 0.009 ആണ് ഇതിൻ്റെ വെയിറ്റ്. ദാറ്റ് ഇസ് 1.791 gram വരും. വിൽ ഗെറ്റ് 1.791 gram. നമുക്കതിനെ മില്ലിഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1791 into 10⁻³ gram എന്ന് എഴുതാം, അല്ലെങ്കിൽ 1791 milligram. So the answer for the question is 1791. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ദ എൻട്രോപ്പി വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് ഫോർ ഫേസസ് ആൽഫ ആൻഡ് ബീറ്റ അറ്റ് 1 bar pressure is given. ST and S0 are the entropies of the phases at temperature T and 0 Kelvin respectively. അപ്പോൾ നമ്മൾ എൻട്രോപ്പി, അബ്സല്യൂട്ട് എൻട്രോപ്പി
ടെമ്പറേച്ചറും തമ്മിലുള്ളൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഒരു കോമ്പൗണ്ടിൻ്റെ ആൽഫ എന്ന് പറഞ്ഞ അലോട്രോപ്പും ഇത് അതിൻ്റെ തന്നെ ബീറ്റ എന്ന് പറഞ്ഞ അലോട്രോപ്പും രണ്ടിൻ്റെയും എൻട്രോപ്പി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഫോർ ആൽഫ ടു ബീറ്റ ഫേസ് ചേഞ്ചസ് 600 കെൽവിൻ. അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ട്രാൻസിഷൻ ടെമ്പറേച്ചർ 600 കെൽവിൻ. അതായത് ആൽഫ ബീറ്റ ആയി മാറുന്ന ടെമ്പറേച്ചർ ആണ് 600 കെൽവിൻ. ഫേസ് ട്രാൻസിഷൻ എന്ന് വിളിക്കും. പിന്നെ തന്നിരിക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ബീറ്റ മൈനസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ആൽഫ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ 1 ജൂൾസ് പെർ മോൾ പെർ കെൽവിൻ തന്നിട്ടുണ്ട്. അസ്യൂം സി പി ബീറ്റ മൈനസ് സി പി ആൽഫ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ റേഞ്ച് 200 to 700 കെൽവിൻ. ഓക്കെ, ഇനി സി പി ആൽഫ and Cp beta are heat capacities of alpha and beta phases respectively. Okay, but Cp beta minus Cp alpha is independent ആണ് of temperature. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S beta minus S alpha ആണ്. S beta minus S alpha at 300 Kelvin ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. So entropy change between two different temperatures, like between two states at constant pressure delta S ന്ന് പറയാം n Cp ln T2 by T1 n Cp ln T2 by T1 plus nr ln P1 by P2 എന്നുണ്ട്. പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇത് മാത്രമാണ് എടുക്കുന്നത്, n Cp ln T2 by T1. അപ്പോൾ നമ്മളിത് ഫോർ ആൽഫ ആദ്യം നമ്മൾ ആൽഫ ഫോമിന് എഴുതാം. ഫോർ ആൽഫ ഫോം, അതായത് ആ ആൽഫ എന്ന് പറഞ്ഞൊരു ഫോമിന് നമ്മൾ 300 to 600 ഹീറ്റ് ചെയ്യണം. 300 to 600 ഹീറ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് S600 മൈനസ് S300 for alpha. S600 minus S300 alpha is equal to നമ്മൾ n 1 mol ആയിട്ട് എടുക്കുക. Cp നമുക്ക് ആൽഫ എന്ന് എഴുതാം അല്ലേ, ഇത് ആൽഫയുടേതാണ്. ln T2 by T1 ln 300 സോറി ഫൈനൽ ടെമ്പറേച്ചർ 600 അല്ലെ, 600 ഡിവൈഡഡ് ബൈ 300. നമുക്ക് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഇതല്ല കണ്ടുപിടിക്കണം. നമുക്ക് 300 കെൽവിനിലുള്ളത് എസ് ബീറ്റ മൈനസ് എസ് ആൽഫയാണ്. ഇത് നമ്മൾ ആൽഫയ്ക്ക് മാത്രമേ എഴുതും. അത് ആൽഫ എന്ന് പറഞ്ഞൊരു ഫോം നമ്മൾ 300 to 600 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഇത് ആൽഫ ഫോം. നമ്മൾ എന്ത് ചെയ്യുക, ബീറ്റ ഫോമിനും കൂടെ എഴുതും. അതായത് ഫോർ ബീറ്റ ഫോം, ബീറ്റയിനും നമ്മൾ 300 to 600 ഹീറ്റ് ചെയ്യുന്നു. സോ S600 മൈനസ് S300 ഡെൽറ്റ എസ് ഫോർ ബീറ്റ ഫോം. അഗൈൻ ഇതെന്തായിരിക്കും? സി പി ആൽഫയ്ക്ക് പകരം നമുക്ക് ബീറ്റ എഴുതാം. ln 600 ഡിവൈഡഡ് ബൈ 300. നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. നമ്മളൊരു കാര്യം ചെയ്യാം, 1 മൈനസ് 2 ചെയ്യാം. 1 minus 2. അപ്പോൾ S600 for alpha minus S600 for beta. ഇത് ഞാൻ ഒരുമിച്ച് എഴുതും അല്ലേ. S600 for alpha minus S600 for beta ഒരുമിച്ച് എഴുതാണേ. മൈനസ് ഇത് മൈനസ് ഇതാണല്ലോ, S300 for alpha minus S300 for beta. അപ്പോൾ അത് എത്രയായിരിക്കും? സി പി ആൽഫ മൈനസ് സി പി ബീറ്റ ln 2 വരും. അല്ലേ. S600 ആൽഫ മൈനസ് X600 ബീറ്റ. S600 ആൽഫ X600 ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. X600 ബീറ്റ ഇസ് 6. അത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. S600 alpha is equal to 5.
600 beta equal to 5, 6. നമ്മൾ അങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി y ആക്സിസിലുള്ളത് ST മൈനസ് S0 ആണ്. നമുക്കറിയാം S0 അബ്സല്യൂട്ട് സീറോയിലെ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും എൻട്രോപ്പി എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ST തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം 5ഉം 6ഉം ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ ആൽഫയുടേത് 5ഉം ബീറ്റയുടേത് 6ഉം ആണെന്ന് ഗ്രാഫ് ഒന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓക്കെ, നമുക്കിവിടെ കണ്ട് S600 ആൽഫ മൈനസ് X600 ബീറ്റയാണ്. അപ്പോൾ ആൽഫയുടേത് 5ഉം മറ്റേ 5 മൈനസ് 6. അപ്പോൾ ഇതിനെ ഞാനൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതാം S ആൽഫ മൈനസ് S ബീറ്റ അറ്റ് 300 Kelvin. Okay, S alpha minus S beta at 300 Kelvin, which is equal to CP alpha minus CP beta. Okay, എന്തോ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. CP beta minus CP alpha 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CP alpha minus CP beta -1 എഴുതാം. -1 ln2 അല്ലേ, -1 ln2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ln2 is 0.692 ആണ്. നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കുന്നത് ln2 is equal to 0.69 ആയിട്ട് എടുക്കണം. സോ -0.69 അല്ലേ. അപ്പോൾ 5 മൈനസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. പ്ലസ് 0.69 is equal to S alpha minus S beta at 300 Kelvin. അല്ലേ, അപ്പോൾ ഇത് എത്രയാണ് മൈനസ് ഓർ S alpha minus S beta at 300 Kelvin is equal to -0.31 വരും. നമുക്ക് ക്വസ്റ്റനിൽ കണ്ടുപിടിക്കേണ്ടത് ബേസിക്കലി S beta minus S alpha ആണ്. So S beta minus S alpha at 300 Kelvin is equal to 0.31. Okay, S beta minus S alpha at 300 Kelvin is equal to 0.31. അല്ലേ, അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S beta minus S alpha, S beta minus S alpha at 300 Kelvin is equal to 0.31. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽഫയ്ക്കും ബീറ്റയ്ക്കും 300 to 600 Kelvin ഹീറ്റ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രോപ്പി ചേഞ്ച് നമ്മൾ എഴുതി ഡെൽറ്റ എസിൻ്റെ ഫോർമുല വെച്ചിട്ട് 2 ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക, തന്നിരിക്കുന്ന ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ആൻസർ ഇസ് 0.31. അടുത്ത ക്വസ്റ്റ്യൻ സെയിം പാരഗ്രാഫ് ഒക്കെ തന്നെയാണ്. ദ വാല്യൂ ഓഫ് എൻതാൽപി ചേഞ്ച്, അതായത് എൻതാൽപി ഓഫ് ബീറ്റ മൈനസ് എൻതാൽപി ഓഫ് ആൽഫ അറ്റ് 300 Kelvin, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 300 Kelvinലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു എൻതാൽപിയും ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. വാട്ട് വി നോ ഇസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു CP ഡെൽറ്റ ടി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു CP ഡെൽറ്റ ടി അല്ലെങ്കിൽ NCP ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു ഫോർമുല നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് H ബീറ്റ മൈനസ് H ആൽഫ അറ്റ് 300 Kelvin. ചെയ്യാം. നമ്മൾ ആദ്യം ബീറ്റേനെയും ആൽഫേനെയൊക്കെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ബീറ്റ ആൽഫ ആവുന്ന ടെമ്പറേച്ചർ, അതായത് ഫേസ് ട്രാൻസിഷൻ ആൽഫ ടു ബീറ്റ, ഫേസ് ട്രാൻസിഷൻ ദാറ്റ് ഈസ് അറ്റ് 600 Kelvin. 600 Kelvinൽ അതിന് ഫേസ് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണല്ലോ. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബീറ്റ
minus S alpha. കാരണം ബീറ്റയാണ് ഫൈനൽ സ്റ്റേറ്റ്, ആൽഫ ഇസ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇത് നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് 600 Kelvin. At 600 Kelvin, which is equal to delta H. Delta H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H beta minus H alpha. നടക്കുന്ന ടെമ്പറേച്ചർ is 600 Kelvin divided by T transition. Transition temperature is 600. അല്ലേ? അപ്പോൾ നമുക്കിവിടെ എല്ലാത്തിനും എൻതാൽപ്പിക്കുള്ളൊരു ഫോർമുലയാണ് H beta minus H alpha at 600 Kelvin. എത്രയായിരിക്കും? S beta minus S alpha at 600 Kelvin into 600. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കി, നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? ആ ഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് S beta at 600 Kelvin is 6 and S alpha at 600 Kelvin is 5. ഓക്കെ, അതായത് എസ് ബീറ്റ അറ്റ് 600 Kelvin നമ്മൾ ഗ്രാഫിൽ നിന്ന് എടുക്കുന്നതാണ്. എസ് ബീറ്റ അറ്റ് 600 Kelvin is equal to 6 and S alpha at 600 Kelvin is equal to 5. അപ്പം അങ്ങനെയാണെങ്കിൽ എസ് ബീറ്റ മൈനസ് എസ് ആൽഫ, therefore എസ് ബീറ്റ മൈനസ് എസ് ആൽഫ at 600 Kelvin എത്രയായിരിക്കും? 6 minus 5 which is equal to 1. So നമുക്കിവിടെ H beta, enthalpy of beta minus enthalpy of alpha at 600 Kelvin is equal to S beta minus S alpha is 1 into 600. അപ്പോൾ H beta minus H alpha നമുക്ക് കിട്ടി. H beta പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 300 Kelvinലുള്ളതാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 600 Kelvinലുള്ളതാണ്. അപ്പോൾ 600 Kelvinൽ H beta minus H alpha is 600. അത് കിട്ടി. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കുന്നത് H beta minus H alpha at 300 Kelvin ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ആ ഫോർമുലയായിരുന്നു. നമുക്കറിയാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്നാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആൽഫ ഫോമിന് ഫോർ ആൽഫ ഫോം അതായത് H 600 minus for alpha എന്തായിരിക്കും? സി പി ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ടി ഇസ് 600 minus 300 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 300. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഇതിനെ നമ്മൾ 1 എന്ന്. അടുത്തത് ഫോർ ബീറ്റ ഫോം, അതായത് H 600 minus H 300. This is for beta form, which is equal to Cp beta into 300. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? 1 minus 2 ചെയ്യും. 1 minus 2 ചെയ്യും. അപ്പോൾ നമുക്ക് H beta minus H alpha at 600 Kelvin ഉണ്ട് അല്ലേ? H beta minus H alpha at 600 Kelvin. നമുക്ക് 2 minus 1 ചെയ്യാം. H beta at 600 Kelvin minus H beta at 600 minus നമ്മൾ എന്ത് ചെയ്യാം? H alpha ഒരുമിച്ചെടുക്കുക. അതായത് H beta at 600 Kelvin minus H alpha at 600 Kelvin minus ബാക്കി എന്താ ഉള്ളത്? H beta at 300 Kelvin minus H alpha at 300 Kelvin. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. H beta 600 Kelvin minus H alpha 600 Kelvin. അത് നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. സി പി ബീറ്റ മൈനസ് സി പി ആൽഫ ഒരുമിച്ചെടുക്കുക ഇൻറ്റു 300.
So ഇതിനെ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തതിന് H beta minus H alpha at 600 Kelvin minus H beta minus H alpha at 300 Kelvin is equal to Cp minus Cp beta minus Cp alpha. നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അത് 1 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 1 into 300. Therefore ഇത് H beta minus H alpha at 600 Kelvin, H beta minus H alpha at 600 Kelvin അത് 600 ആണ്. ഇതിനെ ഇപ്പുറത്തെടുക്കാം, മൈനസ് 300 is equal to H beta minus H alpha at 300 Kelvin അല്ലേ. ഇതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, H beta minus H alpha at 300 Kelvin is equal to 300. Okay, so H beta minus H alpha at 300 Kelvin is equal to 300 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ അല്ലേ, നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. H beta minus H alpha at 300 Kelvin is equal to 300 joules per mole. അപ്പോൾ ഇതിൻ്റെ ആൻസർ is 300. ഓക്കെ, ആൻസർ is 300. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതാണ് പാരഗ്രാഫ്. എ ട്രൈനൈട്രോ കോമ്പൗണ്ട് 135 tris 4-nitrophenyl benzene on complete reaction with an excess of tin and HCl gives a major product which on treatment with an excess of sodium nitrite HCl at 0 degrees Celsius provides P as the product. P upon treatment with excess of water at room temperature gives the product Q. Bromination of Q in aqueous medium furnishes the product R. The compound P upon treatment with an excess of phenol under basic condition gives the product S. The molar mass difference between compound Q and R is 474 gram per mole and between compound P and S is 172 gram per mole. The number of heteroatoms present in one molecule of R is. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിയാക്ഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ആ റിയാക്ഷൻ എഴുതണമെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ അറിയണം. അതായത് 135 tris 4-nitrophenyl benzene എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 135 നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ 135 എന്നാണല്ലോ. അപ്പോൾ 135 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ 135 ഇതാണ് 135. ട്രിസ് നൈട്രോഫിനൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 135 tris 4-nitrophenyl എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പൊസിഷനിൽ ഒരു 4-nitrophenyl ഉണ്ട്. ഇതാണ് 4-nitrophenyl. അപ്പോൾ അത് എല്ലാ പൊസിഷനിലും ഉണ്ട്. ട്രിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 പൊസിഷനിലും ഉണ്ട്. അങ്ങനെ ഒരു അപ്പോൾ ഇതാണ് ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. ഇതാണ് ആ നൈട്രോ കോമ്പൗണ്ട് ട്രിസ് 135 4-nitrophenyl benzene. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത് ഓൺ കംപ്ലീറ്റ് റിയാക്ഷൻ വിത്ത് ആൻ എക്സസ് ഓഫ് ടിൻ ആൻഡ് HCl. എക്സസ് ഓഫ് ടിൻ ആൻഡ് HCl. ടിൻ ആൻഡ് HCl നമുക്കറിയാം, ഇറ്റ്സ് എ റെഡ്യൂസിങ് ഏജന്റ് വിച്ച് റെഡ്യൂസസ് നൈട്രോ ഗ്രൂപ്പ് ടു അമിനോ ഗ്രൂപ്പ്. എക്സസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ നൈട്രോ ഗ്രൂപ്പും എന്തായിട്ട് മാറും, അമിനോ ഗ്രൂപ്പായിട്ട് റിഡ്യൂസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റെപ്പിലെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൈട്രോനെയൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം, NH2 ആക്കി മാറ്റാം. ഇതൊക്കെ NH2 ആക്കി മാറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രോഡക്റ്റ്. നൈട്രോ ഒക്കെ അമിനോ ഗ്രൂപ്പായിട്ട് മാറി. ഇനി അടുത്ത സെൻറ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് എക്സസ് ഓഫ് സോഡിയം നൈട്രൈറ്റ് HCl at 0 degrees Celsius പ്രൊവൈഡ്സ് P as the major product. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എക്സസ് ഓഫ് റിയാക്ട് ചെയ്യുന്നത് NaNO2 HCl at 0 degrees Celsius ആണ്. സോ ഇത് നൈട്രസ് ആസിഡ് അല്ലെങ്കിൽ NaNO2 HCl അമിനോ
ഡയസോണിയം ക്ലോറൈഡ് ആണ് ഉണ്ടാവുന്നത് അല്ലേ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എല്ലാ നൈട്രോ NH2 ഗ്രൂപ്പും എന്തായിട്ട് മാറും, N2Cl ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതാണ് അടുത്ത പ്രോഡക്റ്റ്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് എക്സസ് ആണല്ലോ, അപ്പോൾ മൂന്നും എന്തായിട്ട് മാറും, N2Cl ആയിട്ട് മാറും. അപ്പോൾ ഇത് മൂന്നും N2Cl ആയിട്ട് മാറി. അപ്പോൾ ഈ പ്രൊഡക്റ്റിനെയാണ് P എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് P. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസോണിയം ക്ലോറൈഡ് ആണ് അല്ലേ, P. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് അപ്പോൺ ട്രീറ്റ്മെന്റ് വിത്ത് എക്സസ് ഓഫ് വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ ഗിവ്സ് ദ പ്രോഡക്റ്റ് Q. അപ്പോൾ ഈ Pനെ എക്സസ് ഓഫ് ബ്രോമിനുമായിട്ട് റിയാക്ട് അല്ല വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയസോണിയം ക്ലോറൈഡ്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത ഡയസോണിയം ക്ലോറൈഡ് എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, OH കിട്ടും അല്ലെ, ആൽക്കഹോൾ വരും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് OH ആവും, ഇത് OH ആവും, ഇതാണ് നമ്മുടെ Q എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. Q. ഇപ്പൊ Q കിട്ടി. ഇനി ബ്രോമിനേഷൻ ഓഫ് Q ഇൻ അക്വസ് മീഡിയം ഫർണിഷസ് ദ പ്രോഡക്റ്റ് R. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വി സ്റ്റാർട്ടഡ് വിത്ത് ദിസ് കോമ്പൗണ്ട് നൈട്രോ 135 ട്രിസ് നൈട്രോ 4 നൈട്രോഫിനൈൽ ബെൻസീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനെ ടിൻ ആൻഡ് HCl വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പം എല്ലാ NO2 ഗ്രൂപ്പും NH2 ആയിട്ട് മാറും. അതിനെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡയോസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ എല്ലാം ഡയോസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റി അതിനെ വാട്ടർ വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഫിനോൾ. അപ്പോൾ ഇവിടെയൊക്കെ എന്തായി, ഇപ്പം ഫിനോൾ ആയിട്ട് മാറി. ഇനി നമ്മൾ ഈ ക്യൂവിനെ ചെയ്യുന്നത് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് ബ്രോമിൻ അല്ലെ, ബ്രോമിനേഷൻ ഓഫ് Q ഇൻ അക്വസ് മീഡിയം. അതായത് ഇതിന് ബ്രോമിനേഷൻ ഓഫ് Q ഇൻ അക്വസ് മീഡിയം, അതായത് ബ്രോമിൻ വാട്ടർ. അപ്പം ബ്രോമിന് ഫിനോൾ ആണ്, ബ്രോമിൻ വാട്ടർ ആണ്. ബ്രോമിൻ വാട്ടറിൽ Br+ ഒരുപാട് ഫോം ചെയ്യും. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷനിലും ആര് പോവും, ബ്രോമിൻ പോവും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർത്തോ പൊസിഷനിൽ ആര് വരും, ബ്രോമിൻ വരും. OH ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ. OHന്റെ ഓർത്തോ പൊസിഷൻ. അപ്പോൾ ഇവിടെയൊക്കെ ബ്രോമിൻ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് R എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അല്ലെ. ഈ ക്യൂവിന് ബ്രോമിനേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് R. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഹെട്രോ ആറ്റം പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് R. ഈ R എന്ന് പറഞ്ഞ മോളിക്യൂളിൽ എത്ര ഹെട്രോ ആറ്റം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഹെട്രോ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് മോളിക്യൂളിലെ ഹെട്രോ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആറ്റംസ് അതർ ദാൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ, കാർബണും ഹൈഡ്രജനും പുറമേയുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹെട്രോ ആറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്ര ഹെട്രോ ആറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഹെട്രോ ആറ്റം ആണ്, ബ്രോമിൻ ഹെട്രോ ആറ്റം ആണ്. അപ്പോൾ ഒരു ഓക്സിജൻ 2 ബ്രോമിൻ. അപ്പോൾ ഈ ഒരു റിങ്ങിൽ 3 ഹെട്രോ ആറ്റം ഉണ്ട്. ഇവിടെയും ഉണ്ട് 3 ഹെട്രോ ആറ്റം, ഇവിടെയും ഉണ്ട് 3 ഹെട്രോ ആറ്റം. അപ്പോൾ ടോട്ടൽ 9 ഹെട്രോ ആറ്റംസ് ആണ് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ 9 ഹെട്രോ ആറ്റംസ് ആണ് R എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉള്ളത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ നോക്കിയേ, ദ നമ്പർ ഓഫ് ഹെട്രോ ആറ്റം പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് R. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് 9 ഹെട്രോ ആറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹെട്രോ ആറ്റംസ് പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് S. അപ്പോൾ S നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ S എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ S എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ദ കോമ്പൗണ്ട് P അപ്പോൺ ട്രീറ്റ്മെന്റ് വിത്ത് എൻ എക്സസ് ഓഫ് ഫിനോൾ അണ്ടർ ബേസിക് കണ്ടീഷൻ ഗിവ്സ് ദ പ്രോഡക്റ്റ് S. ദ കോമ്പൗണ്ട് P. അപ്പോൾ കോമ്പൗണ്ട് P
പീനെ എടുക്കണം. കോമ്പൗണ്ട് പി ഏതാണ്? ഇതാണ് കോമ്പൗണ്ട് പി. അതായത് ബെൻസീൻ ഡയസോണിയം, സോറി, ഈ ഡയസോണിയം ക്ലോറൈഡ് ആണ് നമ്മുടെ കോമ്പൗണ്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. N2 plus Cl minus. This is P. ഇതിനെ നമ്മൾ എക്സസ് ഓഫ് ഫിനോളുമായിട്ടാണ് റിയാക്ട് ചെയ്യിക്കുന്നത്. എക്സസ് ഓഫ് ഫിനോൾ അല്ലേ, ഒരു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ നിന്ന് സംഭവിക്കും ഡയോസോഡൈസേഷൻ നടക്കും അല്ലേ. അവിടെ ഡയോസോഡൈസേഷൻ അല്ലെങ്കിൽ അസോഡൈ ഫോം ചെയ്യും. അപ്പോൾ ആ അസോഡൈയുടെ സ്ട്രക്ചർ എന്തായിരിക്കും? അപ്പോൾ ഫിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഡയോസോഡൈസേഷൻ നടക്കും. മേജർ പ്രൊഡക്റ്റ് എപ്പോഴും പാരാ പൊസിഷനിലാണ് ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യുക? നൈട്രോജൻ വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ നൈട്രോജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഫിനോളിൻ്റെ പാരാ പൊസിഷനിലായിരിക്കും. അങ്ങനെ 3 സ്ഥലത്തും ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും? ഫിനോൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമ്മളെ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അപ്പോൾ ഇത് ഞാൻ ഈ നൈട്രോജനാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് ഈ നൈട്രോജൻ്റെ അടുത്ത് നമ്മൾ ഫിനോളിൻ്റെ പാരാപോസിഷനിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. അതേപോലെ 3 ഈ ഡയറക്ഷനിൽ നമുക്കത് വരയ്ക്കണം. അല്ലേ, ഇനി ഒരെണ്ണം കൂടെ വരയ്ക്കാണ്ട് മുകളിലോട്ട്. എവിടെ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ എസ് എന്ന് പറഞ്ഞ മോളിക്യൂൾ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹെട്രോ ആറ്റംസ് പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് എസ്. നമ്മൾ ഹൈഡ്രജനെ കൗണ്ട് ചെയ്യേണ്ട, ടോട്ടൽ കാർബൺ ആറ്റംസും ഹെട്രോ ആറ്റംസും ആണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. നോക്കാം, കാർബൺ ആറ്റംസ് ആദ്യം നോക്കാം. ആദ്യം കാർബൺ ആറ്റംസ് നോക്കാം. നമുക്കറിയാം ഇവിടെ 6 കാർബൺ ഉണ്ട്, ഇവിടെയും 6 കാർബൺ ഉണ്ട്. അപ്പോൾ ഇതും 6 6 12 കാർബൺസ് ആയി. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, 12 ആയി, 24. ഇവിടെയും 6, ഇവിടെയും 6, വീണ്ടും 12, 36. പിന്നെ ഈ നടുക്കുമുണ്ട് 6 കാർബൺ, 36 6 42 ആയി. ഓക്കെ, സോ 42 കാർബൺസ് ഉണ്ട്. ഇനി ഹെട്രോ ആറ്റംസ്. ഹെട്രോ ആറ്റംസ്, ഓക്സിജൻ ഈസ് എ ഹെട്രോ ആറ്റം, നൈട്രോജൻ ഈസ് ഓൾസോ എ ഹെട്രോ ആറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 ഹെട്രോ ആറ്റം ഉണ്ട്. ഇവിടെയും 3 എണ്ണം ഉണ്ട്, 6. ഇവിടെയും 3 എണ്ണം ഉണ്ട്, 6 3 9. അപ്പോൾ ടോട്ടൽ ഹെട്രോ ആറ്റംസ് 9. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് ഹെട്രോ ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഹെട്രോ ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 + 9 51. അപ്പോൾ ടോട്ടൽ കാർബൺ ആറ്റംസ് പ്ലസ് ഹെട്രോ ആറ്റംസ് ഇസ് 51. So last 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇസ് 51. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്ലസ് നമ്പർ ഓഫ് ഹെട്രോ ആറ്റംസ് ഇസ് 51. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ച് ലെങ്തി ആണ്, കാരണം ഇതൊക്കെ എഴുതി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. പിന്നെ ആ ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനും ദാറ്റ് ഓൾസോ ടേക്ക് സം ടൈം. ബട്ട് തിയറി വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ച തിയറീസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്, എക്സ്ട്രാ ഒന്നും പോയിട്ടില്ല. ഈവൻ ഇറ്റ് ഇസ് ബൗണ്ട് ടു NCERT ആണ്. NCERTന്ന് പുറത്തുള്ള ഒരൊറ്റ റിയേജൻ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.